الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ثم أما بعد. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യപൂർവം അവൻ നിശ്ചയിച്ചു വച്ചിട്ടുള്ള അവൻ്റെ ആയുസ്സിലെ നിർണായകമായ കാലഘട്ടമാണ് ശബാബ്, യുവത്വം എന്നുള്ളത്. പണ്ഡിതന്മാർ പറയുന്നു, യുവത്വം മർഹലത്തുൽ ഖുവ്വത്തി വന്നശാത്ത്, ഒരു മനുഷ്യൻ്റെ ശക്തിയും അവൻ്റെ ജീവിതത്തിലെ ഉന്മേഷവും ഊർജ്ജസ്വലതയുമെല്ലാം സമ്മേളിക്കുന്ന കാലഘട്ടമാണ്. ശാരീരികമായും മാനസികമായും അവന് സാധിക്കുന്നത്ര പ്രവർത്തിക്കാനും പരിശ്രമിക്കാനും സാധിക്കുന്ന മഹത്തായ കാലഘട്ടം. എന്നാൽ യുവത്വത്തിൽ നിന്ന് അവൻ മുന്നോട്ട് പോകും തോറും, അവൻ്റെ പ്രായം വർദ്ധിക്കും തോറും അവൻ്റെ ശക്തി ക്ഷയിക്കും, ഓർമ്മ നശിക്കും, അവന് പലതും സ്വായത്തമാക്കാനും എത്തിപ്പിടിക്കാനും അസാധ്യമാകും വിധം പ്രായം അവനെ തളർത്തും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഉമ്മത്തിന് അവരുടെ യുവത്വ കാലഘട്ടത്തെ പറ്റിയുള്ള ഗൗരവതരമായ ഓർമ്മപ്പെടുത്തലുകൾ, ഉണർത്തലുകൾ, മാർഗനിർദ്ദേശങ്ങൾ നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസിൽ ഒരു മനുഷ്യനെ, ഒരു യുവാവിനെ ഉപദേശിക്കവേ ഇപ്രകാരം പറഞ്ഞു: ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾക്ക് മുമ്പ് നീ 5 കാര്യങ്ങളെ വിനിയോഗിക്കണം, ഉപയോഗപ്പെടുത്തണം. അതിലൊന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി, ശബാബക ഖബ്ല ഹറമിക്, നിന്റെ യുവത്വത്തെ നിന്റെ വാർദ്ധക്യത്തിനു മുമ്പ് നീ വിനിയോഗിക്കണം. വസിഹ്ഹതക ഖബ്ല സഖമിക്, നിന്റെ ആരോഗ്യത്തെ നിന്റെ രോഗാവസ്ഥയ്ക്ക് മുമ്പ് നീ ഉപയോഗപ്പെടുത്തണം. മൂന്നാമത്തെ കാര്യം, വഗിനാക ഖബ്ല ഫഖ്രിക്, നിനക്ക് ദാരിദ്ര്യം പിടികൂടുന്നതിന് മുമ്പ് നിന്റെ ധന്യതയെ, നിന്റെ ഐശ്വര്യവേളയെ, നിന്റെ സമ്പന്നവേളയെ നീ ഉപയോഗപ്പെടുത്തണം. വഫറാഗക ഖബ്ല ശുഗ്ലിക്, നാലാമത്തെ കാര്യം, നീ തിരക്കിലാകുന്നതിന് മുമ്പ് നിന്റെ ഒഴിവു സമയങ്ങളെ നീ വിനിയോഗിക്കണം. അഞ്ചാമതായി അവിടുന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഹയാതക ഖബ്ല മൗതിക്, നിന്നെ മരണം പിടികൂടുന്നതിന് മുമ്പ് നിന്റെ ജീവിതം മുഴുവൻ നീ ഉപയോഗപ്പെടുത്തണം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങൾക്ക് മുമ്പ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഈ ഹദീസിൽ ഗൗരവമായി ഒരാൾ ഉപദേശിക്കുകയാണ്. അതിലാദ്യം അവിടുന്ന് യുവത്വത്തെ എണ്ണി, ആരോഗ്യവേളയെയും ധന്യതയെയും ഒഴിവു സമയത്തെയും മരിക്കുന്നതിന് മുമ്പ് ജീവിതം മുഴുവൻ
അള്ളാഹുവിന് ഇഷ്ടമുള്ള അവന് തൃപ്തികരമായ മാർഗത്തിൽ വിനിയോഗിക്കാൻ അള്ളാഹു ഓർമ്മപ്പെടുത്തി. ഇവിടെ നോക്കൂ, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ജീവിതം ഉപയോഗപ്പെടുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ തന്നെ എന്തു പെട്ടു? യുവത്വവും വാർദ്ധക്യവും കൗമാരവും അതുപോലെ തന്നെ മധ്യവയസ്കതയും ബാല്യവും കുട്ടിക്കാലവും എല്ലാം പെട്ടു. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവത്വം എന്നതിനെ പ്രത്യേകം പറയാൻ കാരണം, ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നു, ആ കാലഘട്ടത്തിന് ഇസ്ലാം നൽകിയ പ്രത്യേക ഗൗരവവും സ്ഥാനവുമാണ്. നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞതിൽ യുവത്വം പെട്ടു. യുവത്വം അവിടെ ഒഴിച്ചു നിർത്തപ്പെടുന്നതല്ല. എന്നിട്ടും യുവത്വത്തെ നിന്റെ വാർദ്ധക്യത്തിന് മുമ്പ് നീ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ പ്രത്യേകം മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, ഈമാനുള്ളവർ അവരുടെ യുവത്വ കാലഘട്ടത്തെ ഗൗരവത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സമാന ആശയമുള്ള മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമ ഇബ്നി ആദമ യൗമൽ ഖിയാമഹ മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അൽ അൻ ഖംസിൻ. ആദം സന്തതികളുടെ കാൽപാദങ്ങൾ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ സന്നിധിയിൽ നിന്ന് അവർക്ക് മുന്നോട്ട് ചലിപ്പിക്കാൻ സാധിക്കുകയില്ല. ഹത്താ യുസ്അൽ അൻ ഖംസിൻ, 5 കാര്യങ്ങളെപ്പറ്റി അവർ ചോദ്യം ചെയ്യപ്പെടുകയും അതിന് മറുപടി നൽകുകയും ചെയ്യാതെ. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി അൻ ഉംരിഹി ഫീമ അഫ്നാഹ, ആയുസ്സിനെ പറ്റി ചോദ്യമുണ്ടാകും. എന്തിലാണ് അവൻ ആയുസ് നശിപ്പിച്ചത്? അവന്റെ ആയുസ് എന്തിലാണ് അവൻ വിനിയോഗിച്ചത്? വഅൻ ശബാബിഹി ഫീമ അബ്ലാ, ഉടനെ ആയുസ്സിനെ മൊത്തത്തിൽ പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറഞ്ഞു, അവന്റെ യുവത്വത്തിനെ പറ്റി ചോദ്യമുണ്ടാകും. ഫീമ അബ്ലാ, എന്തിലാണ് ആ യുവത്വം അവൻ ഒടുക്കിയത്? എന്തിലാണ് അവന്റെ യുവത്വം അവൻ ക്ഷയിപ്പിച്ചു കളഞ്ഞത്? വമാലിഹി മിൻ ഐന ഇക്തസബഹ വഫീമ അൻഫഖഹ, അവന്റെ സമ്പത്തിനെ പറ്റി ചോദ്യമുണ്ടാകും. ഒന്നല്ല 2 ചോദ്യം. മിൻ ഐന ഇക്തസബഹ, എവിടെ നിന്നാണ് അവൻ സമ്പാദിച്ചത്? നാം സമ്പാദിക്കുന്ന ഓരോ നാണയത്തുട്ടും ഓരോ ചില്ലിക്കാശും എവിടെ നിന്ന് സമ്പാദിച്ചു? അള്ളാഹുവിന്റെ മുമ്പിൽ സോഴ്സ് കാണിക്കേണ്ടി വരും. വഫീമ അൻഫഖഹ, മാത്രമല്ല അതെന്തിൽ ചെലവഴിച്ചു? ഓരോ ഉറുപ്പികയും നീ എന്തിൽ ചെലവഴിച്ചു? അള്ളാഹു ഹലാലാക്കിയ മാർഗത്തിലോ അതല്ല അവൻ ഹറാമാക്കിയ മാർഗത്തിലോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടി വരും. സമ്പത്തിനെ പറ്റി 2 ചോദ്യം. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞു, വമാദാ അമില ഫീമാ അലിമ, താൻ അറിഞ്ഞതനുസരിച്ച്, താൻ പഠിച്ചതനുസരിച്ച് എന്താണ് അവൻ പ്രവർത്തിച്ചത്? എന്തു പഠിച്ചു, എന്തു പ്രവർത്തിച്ചു? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയുസ്സിനെ പറ്റി മൊത്തത്തിൽ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം പ്രത്യേകമായി യുവത്വത്തെ പറ്റി ചോദ്യം ചെയ്യും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ, എന്റെ കൂട്ടുകാരെ, നമ്മൾ അനുഭവിക്കുന്ന യുവത്വം, നമ്മൾ ആസ്വദിക്കുന്ന യുവത്വം ശക്തിയും ഗ്രാഹ്യശേഷിയും ഊർജ്ജസ്വലതയും ഉന്മേഷവും ആകാരസൗഷ്ഠവും ആരോഗ്യവുമെല്ലാം സമ്മേളിച്ച നമ്മുടെ യുവത്വമാകുന്ന ആയുസ്സിലെ സുവർണാവസരം. ഇതിനെപ്പറ്റി അള്ളാഹുവിന്റെ മഹ്ശറിൽ, അവന്റെ കോടതിയിൽ നാം ചോദ്യം ചെയ്യപ്പെടും. അതിനുത്തരം നാം പറയേണ്ടി വരും. എന്തിൽ വിനിയോഗിച്ചു, എന്തിൽ ചെലവഴിച്ചു, എന്തു നേടി, എന്തു സമ്പാദിച്ചു, എന്തറിഞ്ഞു, എന്തു പഠിച്ചു? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ചോദ്യം ചെയ്യുമെന്ന ഓർമ്മ നമുക്കുണ്ടാകണം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ സലഫു സ്വാലിഹീങ്ങൾ അവരുടെ യുവത്വം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനെ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ പ്രത്യേകം ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. യുവാക്കളെ തങ്ങളുടെ മജ്ലിസിൽ ചേർത്തു പിടിക്കാൻ, കൂട്ടിപ്പിടിക്കാൻ, അവരെ അടുപ്പിക്കാൻ, അകറ്റാതിരിക്കാൻ, അരുക്കാക്കാതിരിക്കാൻ, വെറുപ്പിക്കാതിരിക്കാൻ, ബഹിഷ്കരിക്കാതിരിക്കാൻ, അവരെ ദീനിലേക്ക് ചേർത്തു പിടിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ഒരിക്കൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഉപദേശം അദ്ദേഹം യാഥാർത്ഥ്യമാക്കുന്ന വേളയാണ്. ഒരു യുവാവിനെ അദ്ദേഹം കണ്ടു. ആ യുവാവിനെ കണ്ടപ്പോൾ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആ യുവാവിനെ നോക്കി പറയുകയാണ്, മർഹബൻ ബി വസിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് കൊണ്ടിതാ നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്കിതാ മംഗളം. ഔസാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നുവസ്സിഅ ലക്കും ഫിൽ മജ്ലിസ്. നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വസിയത്ത് നൽകിയിരിക്കുന്നു, നിങ്ങളെപ്പോലെയുള്ള യുവാക്കളെ മജ്ലിസുകളിൽ, ദീനി വിജ്ഞാന സദസ്സുകളിൽ, അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകളിൽ വിശാലതയെ ചേർത്തു പിടിക്കണം, അവർക്ക് ഇൽമിയായ മജ്ലിസുകളിൽ വിശാലത ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വസിയത്ത് നൽകിയിരിക്കുന്നു. വഅൻ നുഫ്ഹിമകുമുൽ ഹദീസ്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ, അവിടുത്തെ മൊഴിമുത്തുകൾ, അവിടുത്തെ വചനാമൃതങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം, നിങ്ങൾക്ക് പകർന്നു നൽകണം, അതിലാശയങ്ങൾ നിങ്ങൾക്ക് ഓതി തരണം, നിങ്ങളെ പഠിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വസിയത്ത് നൽകിയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നകും ഖുലൂഫുന, നിങ്ങൾ ഞങ്ങളുടെ പിൻഗാമികളാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വഴിയെ വരുന്നവരാണ്, ഈ ഉമ്മത്തിന്റെ ദീനുൽ ഇസ്ലാമിന്റെ ധ്വജവാഹകരാണ് നിങ്ങൾ പിൽക്കാലത്ത്. വഅഹ്ലുൽ ഹദീസി ബഅദന, ഞങ്ങൾക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്റെ വക്താക്കളായി, അഹ്ലുൽ ഹദീസായി, അഹ്ലുൽ അസറായി വളരേണ്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് വരൂ, നിങ്ങൾ ഈ മജ്ലിസിൽ ചേർന്നിരിക്കൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ നിങ്ങൾ പകർന്നെടുക്കൂ എന്ന് അദ്ദേഹം ഒരു യുവാവിനെ നോക്കി പറഞ്ഞു എന്നാണ്. മറ്റൊരിക്കൽ ഒരു യുവാവിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, യബ്ന അഖി ഇദാ ശകക്ത ഫീ ഷൈഇൻ ഫസൽനി ഹത്താ തസ്തൈഖിൻ. എന്റെ സഹോദരപുത്ര, നിനക്കെന്തെങ്കിലും ദീനിയായ വിഷയങ്ങളിൽ സംശയമുണ്ടാകുകയാണെങ്കിൽ ഫസൽനി ഹത്താ തസ്തൈഖിൻ, നീ ആ സംശയം തീരുമാറ്, ആ സംശയം തീർന്ന് നിനക്ക് യഖീൻ കൈവരിക്കുന്നത് വരെ നീ എന്നോട് ചോദിച്ചോളൂ, നിന്റെ സംശയം ഞാൻ തീർത്തു നൽകാം. ഫഇന്നക ഇൻ തൻസരിഫ് അലൽ യഖീൻ അഹബ്ബു ഇലയ്യ മിൻ അൻ തൻസരിഫ് അലൽ ശക്ക്. നീ ദീനിലെ വിഷയത്തിൽ സംശയമുള്ളവനായി എന്നിൽ നിന്ന് പിരിയുന്നതിനേക്കാൾ അതിൽ സംശയം തീർത്ത് യഖീനോടുകൂടി നീ പിരിഞ്ഞു പോകുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ദീനിൽ സംശയം തീർന്നവനായി നീ തീരരുത്, നീ ചോദിച്ചു പഠിക്കണം എന്ന് അദ്ദേഹം ആ യുവാവിനെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മസ്ജിദിൽ ഒരു മജ്ലിസിൽ യുവാക്കൾ ഇൽമു പഠിക്കുന്നത് കണ്ട്, ദീൻ പഠിക്കുന്നത് കണ്ട് അദ്ദേഹം സന്തുഷ്ടനായി. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുന്ന, ദീനിന്റെ വിജ്ഞാനത്തിന്റെ മൊഴിമുത്തുകൾ പകർന്നെടുക്കുന്ന യുവാക്കളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാണ്, മർഹബൻ ബിയനാബിഇൽ ഹിക്മ വമസാബിഹിൽ ദുലം ഖുൽഖാനി സിയാബ് ജുദുദിൽ ഖുലൂബ് ഹുലുസിൽ ബുയൂത്ത് റൈഹാനി കുല്ലി ഖബീല. മർഹബൻ ബിയനാബിഇൽ ഹിക്മ, അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനീയങ്ങളുടെ ഉറവകളെ നിങ്ങൾക്ക് സ്വാഗതം. വമസാബിഹിൽ ദുലം, ഇരുട്ടിൽ അന്ധകാരത്തിൽ വെളിച്ചവും ശുഭ്രപ്രഭയും വിതറുന്ന വിളക്കുമാടങ്ങളെ, പ്രകാശഗോപുരങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം. ഖുൽഖാനി സിയാബ്, അള്ളാഹുവിന്റെ ദീൻ പഠിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലിന്റെ ഹദീസുകൾ പകർന്നെടുത്ത് ഒരുപക്ഷേ നിങ്ങൾക്ക് നല്ല പുത്തൻ വസ്ത്രങ്ങൾ നേടാൻ സാധിക്കാതെ വന്നേക്കാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു സുഖർ അദ്ദൗസി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കറിയാം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ പകർന്നു തന്ന മഹാനായ സ്വഹാബി. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഭൗതിക ജീവിതത്തിന്റെ അവസ്ഥ? വിശപ്പടക്കാൻ ഭക്ഷണമില്ലാതെ, വിശപ്പ് സഹിക്കാൻ വയ്യാതെ, ബോധരഹിതനായി ആളുകൾ നടന്നു നീങ്ങുന്ന നടപ്പാതയിൽ ബോധക്ഷയം സംഭവിച്ച് അദ്ദേഹം വീണുപോയിരുന്നു. ആളുകളുടെ ചവിട്ടേറ്റ് പ്രഹരമേറ്റ് വഴിയിൽ ബോധരഹിതനായി കിടക്കുന്ന അദ്ദേഹത്തെ നോക്കി ഭ്രാന്തൻ എന്ന ആളുകൾ വിശേഷിപ്പിച്ചിരുന്നു. വല്ലാഹി, ഭ്രാന്തല്ല എന്നെ ബോധം കെടുത്തിയത്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിച്ചെടുക്കാൻ, വിശപ്പടക്കാൻ, പട്ടിണി സഹിക്കവയ്യാതെ, ഭക്ഷണത്തിന് വകയില്ലാതെ ഞാൻ ബോധം കെട്ടുപോയതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ വസ്ത്രം നുരുമ്പിച്ചവരെ, പുത്തൻ വസ്ത്രങ്ങളില്ലാതെ വസ്ത്രം നുരുമ്പിച്ചു പോയിട്ടുണ്ടാകാം. ഖുൽഖാനി സിയാബ് ജുദുദിൽ ഖുലൂബ്, അതേ വസ്ത്രം പഴയതായിരിക്കാം.
വസ്ത്രത്തിന് പുതുമ നഷ്ടപ്പെട്ടേക്കാം, പക്ഷെ ഹൃദയങ്ങളിൽ ഈമാനിന്റെ, ഇൽമിന്റെ, ഹിദായത്തിന്റെ പ്രകാശം തിളങ്ങുന്ന പുത്തൻ ഹൃദയങ്ങൾക്കുടമകളെ, ഹുലുസിൽ ബുയൂത്ത്, വീടുകളിൽ പരവതാനികളായവരെ, വീടുകളിൽ ചിലപ്പോൾ ഫിത്നകളിലേക്ക് പോകാതെ സമൂഹത്തിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് അവർ അകലം പാലിച്ചേക്കാം. എന്തുകൊണ്ടാണ്? വീട് ഫിത്നകളിൽ നിന്ന് ഇൽസം ബൈതക് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അവർ യാഥാർത്ഥ്യമാക്കിയതായേക്കാം ഫിത്നകൾ വരുമ്പോ. അതല്ലെങ്കിൽ വൽ യസഅക ബൈതുക്, നിനക്ക് വീട് വിശാലതയുള്ളതാകട്ടെ സകല ഫിത്നകളിൽ നിന്നും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന് അന്വർത്ഥമാക്കിയതേക്കാം. വീട്ടിൽ പരവതാനികളെ പോലെയാണ് അവർ. വീട്ടിൽ ഫിത്നകളിൽ നിന്ന് അടങ്ങിക്കഴിയുന്നവർ, ആവശ്യത്തിന് മാത്രം ആളുകൾ കൂടുന്നിടത്ത്, അങ്ങാടികളിൽ, തെരുവുകളിൽ അത്യാവശ്യത്തിനു മാത്രം നടന്നിറങ്ങുന്നവരായിരിക്കും അവർ. പക്ഷേ റൈഹാനി കുല്ലി ഖബീലത്തിൻ, വീട്ടിൽ അടങ്ങിക്കഴിയുന്നവരാണ്. വീടും മസ്ജിദുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ സംരക്ഷിച്ച് അവരുടെ സഹവാസവും ബന്ധവും പരിമിതപ്പെടുത്തുന്നതാണ് എങ്കിലും സകല ഗോത്രങ്ങളിലും സകല സമൂഹങ്ങളിലും അവർ റൈഹാന പുഷ്പങ്ങളാണ്. സുഗന്ധം, പരിമളം വിതറുന്ന ദീനിന്റെ ധ്വജവാഹകരായിട്ടുള്ള തുല്ലാബുൽ ഇൽമാണ്. അവർ സമൂഹത്തിന് ദീനിന്റെ വിജ്ഞാനീയങ്ങളുടെ, ഇൽമിന്റെ, ഹിദായത്തിന്റെ പ്രകാശത്തിന്റെ പരിമളം, സുഗന്ധം പരത്തുന്നവരാണ് എന്ന് അദ്ദേഹം അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു യുവാക്കളെ കണ്ടപ്പോൾ, ദീൻ പഠിക്കുന്ന യുവാക്കളെ കണ്ടപ്പോൾ പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ഇങ്ങനെ ധാരാളം വസിയത്തുകൾ, ധാരാളം ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സ്വഹാബികൾ അവരുടെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്ക് നൽകിയതായി കാണാൻ സാധിക്കും. അതിനുശേഷം ഉമ്മത്തിലെ താബിഈങ്ങൾ, സ്വഹാബത്തിൽ ദീൻ പഠിച്ചവർ, അവരിലും ധാരാളം മാതൃകകൾ ഈ രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ താബിഈ അംർ ഇബ്നു ഉബൈദില്ല അസ്സബീഇ റഹിമഹുല്ലാഹ്, അദ്ദേഹം കൂഫക്കാരിൽപ്പെട്ട താബിഈയായിരുന്ന മഹാനായ ആലിമായിരുന്നു. ഹിജ്റ 127 മരണപ്പെട്ട അംർ ഇബ്നു ഉബൈദില്ല അസ്സബീഇ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരിക്കൽ യുവാക്കളെ വിളിച്ചു പറഞ്ഞു, യാ മഅ്ശറ ശബാബ് ഇഗ്തനിമു ശബാബക്കും, ഓ യുവാക്കളെ, നിങ്ങൾ നിങ്ങളുടെ യുവത്വം മുതലെടുക്കണം, നിങ്ങളുടെ യുവത്വം നിങ്ങൾ വിനിയോഗിക്കണം. എന്തിനു വേണ്ടി? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാൻ, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം സാർത്ഥകമാക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടിയുള്ള ഉബൂദിയത്ത് അത് യാഥാർത്ഥ്യമാക്കാൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഖല്ലമാ തമുറു ബി ലൈലത്തുൻ ഇല്ലാ വ അഖറഉ ഫീഹാ അൽഫ ആയ, എന്നിൽ നിന്ന് ഓരോ രാത്രിയും വിടവാങ്ങുമ്പോൾ, ആ രാത്രി നേരം വെളുത്ത് രാവ് അവസാനിക്കുന്നതിന് മുമ്പ് 1000 ആയത്തുകൾ അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് ഞാൻ ഓതാറുണ്ട്. വഇന്നി ലഅഖറഉൽ ബഖറ ഫീ റക്അത്തിൻ, രാത്രി നിസ്കാരത്തിൽ ഒരു റക്അത്തിൽ സൂറത്തുൽ ബഖറയോളം ദൈർഘ്യം ഞാൻ ഖുർആൻ ഓതി നിന്ന് നിസ്കരിക്കാറുണ്ട്. വഇന്നി ലഅസൂമു അശ്ഹുറൽ ഹുറും, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങളിലെല്ലാം പരമാവധി സുന്നത്തു നോമ്പുകൾ, ഐച്ഛികമായ നോമ്പുകൾ അനുഷ്ഠിക്കാറുണ്ട്. വസലാസത അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, അതിനു പുറമെ എല്ലാ മാസത്തിലെയും 3 ദിവസങ്ങൾ ഞാൻ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്, ഐച്ഛികമായ നോമ്പ്. വൽ ഇസ്നൈൻ വൽ ഖമീസ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. എന്നിട്ട് അദ്ദേഹം ഓതി, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, ഇത് ഞാൻ അഭിമാനം കൊണ്ടോ നിങ്ങൾക്ക് മുമ്പിൽ മേനി നടിച്ചോ പറഞ്ഞതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ എനിക്ക് ചെയ്യാൻ സാധിച്ച നിഅമത്തുകൾ, അവൻ എനിക്ക് കനിഞ്ഞ നന്മയുടെ വാതിലുകൾ, അത് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്. ഫഹദ്ദിസ് എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് അദ്ദേഹം യുവാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇതിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറയുന്നു, അദ്ദേഹത്തിന്റെ താബിഈയായ അംർ ഇബ്നു ഉബൈദില്ല അസ്സബീഇ റഹിമഹുല്ലാഹ്, അദ്ദേഹം അടങ്ങുന്ന താബിഈങ്ങളുടെ, സലഫുകളുടെ പതിവായിരുന്നു എന്ത്? ഖുർആൻ ഒരാഴ്ച കൂടുമ്പോൾ അവർ ഖത്തം ചെയ്യാറുണ്ടായിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ ഖുർആൻ മുഴുവൻ ഓതി അവർ ഖത്തം തീർക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം 1000 ആയത്തുകൾ ഓതുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1000 ആയത്ത് കണിശമായി കൃത്യമായി ഓതുമെന്നല്ല, തഖ്രീബ്, ഏകദേശം 1000 ആയത്തുകൾ. ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട്? 6000-ൽ പരം ആയത്തുകൾ. അങ്ങനെ കണക്കെടുക്കുകയാണെങ്കിൽ
7 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് അവർ ഖുർആൻ ഖത്തം ഓതി തീർക്കുമായിരുന്നു. എപ്പോൾ? റമളാനിലല്ല. സലഫുകളുടെ നിത്യജീവിതത്തിലെ ഖുർആൻ പാരായണത്തിന്റെ പൊതു നടപടി ഇതായിരുന്നു. റമളാനിലല്ലാത്തപ്പോൾ ആഴ്ചയിലൊരിക്കൽ അവർ ഖുർആൻ ഓതി ഖത്തം തീർക്കാറുണ്ടായിരുന്നു. ഫി കുല്ലി ഉസ്ബുഇൻ മറ. ഹാദിഹി ഹിയ ദഅബു ആമ്മത്തി സലഫ്. മഹാനായ താബിഇയായ കൂഫിയായ ഹിജ്റ 74 മരണപ്പെട്ട മറ്റൊരു ഇമാമാണ് അംർ ഇബ്നു മൈമൂൻ റഹിമഹുല്ലാ. അദ്ദേഹം ഒരിക്കൽ തന്റെ സഹോദരങ്ങളിൽപ്പെട്ട ഒരു യുവാവിനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ലഖദ് റസഖനി അല്ലാഹുൽ ബാരിഹത മിനസ് സ്വലാത്തി കദ വറസഖ മിനൽ ഖൈരി കദ. കഴിഞ്ഞ ദിവസം രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ എനിക്ക് ഇന്നതൊക്കെ നിസ്കരിക്കാൻ സാധിച്ചു, ഇന്ന നന്മകളെല്ലാം ചെയ്യാൻ സാധിച്ചു എന്ന് അദ്ദേഹം തന്റെ സഹോദരനെ ഓർമ്മപ്പെടുത്തി. മഹാനായ ഇമാം അൽ ഹാക്കിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽ മുസ്തദറക് എന്ന ഗ്രന്ഥത്തിൽ ഈ 2 അസറുകളും ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം അതിനെ വിശദീകരിക്കുകയാണ്. ഈ 2 അസറുകളുടെ തഅലീഖായി, അടിക്കുറിപ്പായി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഫറഹിമല്ലാഹു അംറ ബന ഉബൈദില്ലാ അസ്സബീഇ വഅംറ ബന മൈമൂൻ അൽ ഔദി ഫലഖദ് നബ്ബഹ ലിമാ യുറഖിബു അശ്ശബാബ ഫിൽ ഇബാദ. അല്ലാഹു സുബ്ഹാനഹു വ തആല അംർ ബന ഉബൈദില്ലാ അസ്സബീഇക്കും വഅംർ ബന മൈമൂൻ അൽ ഔദിക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു അവർക്ക് കാരുണ്യം ചൊരിയട്ടെ. അവർ തങ്ങളുടെ കാലഘട്ടത്തിലെ യുവാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആ പദവിയിലേക്ക്, ഉബൂദിയത്തിന്റെ പദവിയിലേക്ക് തങ്ങളുടെ കാലഘട്ടത്തിലെ യുവാക്കളെ പ്രോത്സാഹിപ്പിച്ച, പ്രേരിപ്പിച്ച, അവർക്ക് ഉത്ബോധനം നൽകിയ ആ മഹാന്മാരായ താബിഈങ്ങൾക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, നമ്മുടെ സലഫുകളുടെ, അവർ യുവാക്കളെ, ഭാവി തലമുറയെ ഉത്ബുദ്ധരാക്കിയ, അവരെ സംസ്കരിച്ച, അവരെ വാർത്തെടുത്ത മഹത്തായൊരു മാതൃകയാണ് ഈ അസ്റിൽ അടങ്ങിയിട്ടുള്ളത്. എന്താണത്? പണ്ഡിതന്മാർ പറയുന്നു, അത്തർബിയത്തു ബിൽ ഖുദ്വ. സ്വയം മാതൃകയായിക്കൊണ്ട് പിന്നിൽ വരുന്നവർക്ക് അവർ തർബിയത്ത് നൽകുക എന്നുള്ളത്. പറയാൻ എളുപ്പമാണ്, അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ എളുപ്പമാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് ജൽപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഞാൻ പറയുന്നതിന് ഞാൻ മുമ്പിൽ നിന്ന് ഞാൻ പ്രവർത്തിച്ചു കാണിച്ച് നിങ്ങൾ പിന്നിൽ വരൂ എന്ന് പ്രവർത്തനം കൊണ്ട് മാതൃകയായി പരിപാലിക്കാനും തർബിയത്ത് നൽകാനും എത്ര പേർക്ക് സാധിക്കും? അതായിരുന്നു നമ്മുടെ സലഫു സ്വാലിഹീങ്ങൾ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. തങ്ങൾ ചെയ്ത നന്മകൾ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് എന്ന അല്ലാഹുവിന്റെ ആയത്ത് കൽപ്പിച്ചതുപോലെ പിന്നിൽ വരുന്ന യുവാക്കൾക്ക്, പിൻതലമുറകൾക്ക് മാതൃകയാകും വിധം പ്രവർത്തനങ്ങൾ കൊണ്ട് മാതൃകയായി അവരെ നന്മയിലേക്ക്, ഇബാദത്തിലേക്ക്, ഉബൂദിയത്തിലേക്ക് ക്ഷണിച്ച മഹത്തായ പാഠമാണ് നമ്മുടെ സലഫുകൾക്കുള്ളത്. ഇതാണ് ഒന്നാമതായി എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ള വസിയത്ത്, സലഫുകളുടെ വസിയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാനാണ്. നമ്മുടെ സൃഷ്ടിപ്പിന്റെ രഹസ്യം, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. എന്തിനാണ് അല്ലാഹു ജീവിതവും മരണവും സൃഷ്ടിച്ചത്? ഈ ജീവിത മരണത്തിനിടയ്ക്ക് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് ആരാണ്? അഖ്ലസുഹു വ അസ്വബുഹു, ഏറ്റവും ഇഖ്ലാസോടുകൂടി. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള പറഞ്ഞതുപോലെ, ഏറ്റവും ശരിയായി അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് യോജിക്കുന്ന രൂപത്തിൽ ഏറ്റവും നല്ല അമൽ ആരാണ് അനുഷ്ഠിക്കുന്നത് എന്ന് അല്ലാഹു പരീക്ഷിക്കാനാണ് നമുക്ക് ജീവിതവും മരണവും. നമ്മുടെ ജീവിത മരണത്തിന്റെ ലക്ഷ്യം അതാണ്, രഹസ്യം അതാണ്. അല്ലാഹുവിന്റെ അടിമകളായി ഒരു സൃഷ്ടിയുടെയും, ഒരു പടപ്പിന്റെയും, ഒരു ഹവയുടെയും, ഒരു ബിദ്അത്തിന്റെയും, ഒരു മല്ലയുടെയും, ഒരു ഹോജയുടെയും, ഒരു ശൈഖിന്റെയും, ഒരു ഗ്രൂപ്പിന്റെയും, ഒരു പാർട്ടിയുടെയും അടിമയല്ല നമ്മൾ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ അടിമകളാണ് നമ്മൾ. അവന് ഉബൂദിയത്ത് സമർപ്പിക്കുന്ന, ഉബൂദിയത്ത് സാക്ഷാത്കരിക്കുന്ന അടിമകളായി, യുവാക്കളായി, മുഅ്മിനീങ്ങളായി, മുസ്ലിമീങ്ങളായി മാറാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തെ പോലെയുള്ളവർ സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യങ്ങളിൽപ്പെട്ട മഹത്തായ ഗുണപാഠങ്ങളിൽ എണ്ണി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. സൂറത്തുൽ ഫാത്തിഹ എന്നത് സിറുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ രഹസ്യമാണ് സൂറത്തുൽ ഫാത്തിഹ. സിറുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യം എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്താണ്. എന്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അടങ്ങിയിരിക്കുന്നത്? അല്ലാഹുവേ,
ഉഖ്ലിസു ലക ഇബാദതി വഹ്ദഹു ലാ ശരീക ലഹ്. ഉഖ്ലിസു ലക ഇബാദതി ലക് വഹ്ദഹു ലാ ശരീക ലഹ്. നിനക്കല്ലാതെ മറ്റാർക്കും ഇബാദത്തിന്റെ യാതൊരു അംശവും ഞാൻ വകവെച്ച് നൽകുകയില്ല. നിനക്കു മാത്രം ഇബാദത്ത്, അല്ലാഹുവിന് മാത്രം. അൽ ഇസ്തിആനതു ലില്ലാഹി അസ്സ വജല്ല വഹ്ദഹ്. അല്ലാഹുവിന് മാത്രം സഹായത്തേട്ടം. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ദീൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇബാദത്തും ഇസ്തിആനത്തുമാണ്. പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കവോ പറഞ്ഞു, അതിലുമുപരി സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് കൊണ്ടുവന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ എന്നീ 3 ആയത്തുകൾക്ക് ശേഷമാണ്. ഈ 3 ആയത്തുകളിൽ അല്ലാഹു നമ്മെ സൃഷ്ടിച്ച ലക്ഷ്യം ഇബാദത്ത്, അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, ആ ഇബാദത്ത് പടുത്തുയർത്തപ്പെടേണ്ടുന്ന സ്തംഭങ്ങൾ, റുക്നുകൾ അല്ലാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏതാണത്? അൽ മഹബ്ബ വറജാ വൽ ഖൗഫ്. അല്ലാഹുവിനെ നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ട ഏത് ഇബാദത്താണെങ്കിലും അല്ലാഹുവിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അവനോടുള്ള അപരിമേയമായ അങ്ങേയറ്റത്തെ സ്നേഹം ഹൃദയത്തിൽ നിറച്ചുകൊണ്ടാണ്. അതിന് നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത്. സർവ്വസ്തുതിയും സകല ഹംദുകളും ഹമീദുകളും റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് മാത്രമാണ്. ഒരടിമ അല്ലാഹുവിനെ സ്തുതിക്കുക എപ്പോഴാണ്? ഒരടിമയുടെ സ്തുതി അല്ലാഹുവിനുള്ള ഹംദായി മാറുക എപ്പോഴാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം നിറഞ്ഞുകൊണ്ട്. സ്നേഹമില്ലാതെ, അല്ലാഹുവിനോട് സ്നേഹമില്ലാതെ എത്ര നാവ് കൊണ്ട് ഹംദ് പറഞ്ഞാലും അത് യഥാർത്ഥ ഹംദാവുകയില്ല. സ്നേഹമുണ്ടെങ്കിലേ ഹംദ് ഹംദായി തീരുകയുള്ളൂ. അൽ മഹബ്ബ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. അർറഹ്മാനിർ റഹീം എന്ന ആയത്തിൽ എന്താണ് അടങ്ങിയത്? അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു റഹീമാണ്. അവൻ കാരുണ്യത്തിന്റെ വിശാലമായ കേദാരമാണ്. മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകം കരുണ ചെയ്യുന്നവനാണ് അവൻ. റഹ്മത്താണ് അവന്റെ വിശേഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത്, അത് ഓതുന്ന ആയത്ത് അല്ലാഹുവിന്റെ അസ്മാ റഹ്മാൻ റഹീം എന്നത് ഉരുവിടുന്ന ഒരു മുഅ്മിന്റെ മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷയാണ്, റജാ ആണ്. അർറഹ്മാനിർ റഹീം. ഉടനടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷയിൽ മികക്കാതിരിക്കാൻ ഓർമ്മപ്പെടുത്തി. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണവൻ, അധിപനാണവൻ. ശിക്ഷിക്കുമവൻ, പിടികൂടുമവൻ, വിചാരണ ചെയ്യും. അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതുണ്ട്. അൽ ഖൗഫ്. അപ്പൊ നോക്കൂ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിൽ മഹബ്ബത്ത്, അർറഹ്മാനിർ റഹീം എന്നതിൽ അർറജാ, മാലിക് യൗമിദ്ദീൻ എന്നതിൽ ഖൗഫ്. ഉടനെ ഈ മഹബ്ബത്തും റജാഉം ഖൗഫും സമ്മേളിച്ചുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹു നിനക്കു മാത്രം സ്നേഹത്തോടെ, പ്രതീക്ഷയോടെ, ഭയത്തോടെ നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതിന്, ആ തൗഫീഖിന് നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച അംബിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ, സിദ്ദീഖുകളുടെ, സലഫുകളുടെ മാർഗം, സലഫുകളുടെ മാർഗം, അതാണ് ഈ മാർഗം. മഹാനായ അംർ ഇബ്നു ഉബൈദില്ല അസ്സബീഇ റഹിമഹുല്ലാഹ് ക്ഷണിച്ച മാർഗം, മുൻഗാമികൾ സലഫു സ്വാലിഹീങ്ങൾ യുവാക്കളെ ഓർമ്മപ്പെടുത്തിയ മാർഗം, ഉബൂദിയത്തിന്റെ മാർഗം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ച, ഇൽമ അനുസരിച്ച് പ്രവർത്തിക്കാത്ത, അറിവുണ്ടായിട്ടും അതനുസരിച്ച് അമൽ ചെയ്യാത്ത യഹൂദരുടെ മാർഗമല്ല. അതുകൊണ്ട് അറിഞ്ഞാൽ പ്രവർത്തിക്കണം, അമൽ ചെയ്യണം, പഠിച്ചാൽ അമലാക്കണം. ഇനി പഠിക്കാതിരുന്നാൽ രക്ഷപ്പെടുമോ? വലദ്ദാലീൻ, പഠിക്കാതെ പിഴച്ചുപോയ, ദീൻ പഠിക്കാതെ തോന്നിയതുപോലെ അമൽ ചെയ്ത് നശിച്ചുപോയ, പിഴച്ചുപോയ നസാറാക്കളുടെ മാർഗത്തിലല്ല. വലദ്ദാലീൻ, ആമീൻ എന്ന് നമ്മൾ ദുആ ചെയ്യുകയാണ്. എത്ര ലളിതമാണ് ഇസ്ലാമിന്റെ സന്ദേശം, എത്ര ലളിതമാണ് ഇസ്ലാമിന്റെ ഉബൂദിയത്തിന്റെ സങ്കല്പം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിലേക്കാണ് മഹാന്മാരായ താബിഈങ്ങളുടെ നടയെ സൂചിപ്പിച്ച വസിയത്തുകൾ നമ്മെ ക്ഷണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, മഹാനായ അനസ് ഇബ്നു സിരീൻ റഹിമഹുല്ലാ, അദ്ദേഹം താബിഈയാണ്. അദ്ദേഹത്തിന്റെ മരണശയ്യയിൽ അദ്ദേഹം രോഗം പിടിച്ചു കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട താബിയായ ഹമ്മാദ് ഇബ്നു സൈദ് റഹിമഹുല്ലാ അദ്ദേഹത്തെ കാണാൻ പോയി. രോഗാവസ്ഥയിൽ അദ്ദേഹം തന്റെ ശിഷ്യനോടായി, അതല്ലെങ്കിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയവരോടായി അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അവർ യുവാക്കളായിരുന്നു, അടുത്ത തലമുറയാണ് അവർ. ഇത്തഖുല്ലാഹ യാ മഅ്ശറ ശബാബ്, യുവാക്കളുടെ സമൂഹമേ, യുവാക്കളുടെ കൂട്ടമേ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം. അമലും ബിത്വാഅത്തില്ലാഹി അലാ നൂറിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ് വതർകു മഅസിയത്തില്ലാഹി അലാ നൂറിൻ മിനല്ലാഹ് തഖാഫു ഇഖാബല്ലാഹ്.
അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ച് അവൻ കൽപ്പിച്ചത് പ്രവർത്തിക്കുക, ഖുർആനും സുന്നത്തും അനുസരിച്ച്. അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ച് അവൻ വിലക്കിയ ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുക, ഖുർആനും സുന്നത്തും അനുസരിച്ച്. ഇതാണ് തഖ്വ. ഈ തഖ്വ നിങ്ങൾ കൈമുതലാക്കണമേ. ഉൻളുറു മിമ്മൻ തഖുദൂന ഹാദിഹിൽ അഹാദീസ് ഫഇന്നഹാ മിൻ ദീനിക്കും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഈ പഠിക്കുന്ന ഹദീസുകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ, അത് നിങ്ങൾ ആരിൽ നിന്നാണ് എടുക്കുന്നത്, ആരിൽ നിന്നാണ് നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ വിലയിരുത്തണം. ഫഇന്നഹാ മിൻ ദീനിക്കും. കാരണം നിങ്ങൾ പഠിക്കുന്ന ഹദീസ്, നിങ്ങൾ പഠിക്കുന്ന ഇൽം, അത് നിങ്ങളുടെ ദീനാണ്. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഖുദൂന ദീനക്കും. നിങ്ങളുടെ ഈ ദീൻ നിങ്ങൾ ആരിൽ നിന്നാണ് എടുക്കുന്നത് എന്ന് നിങ്ങൾ അന്വേഷിക്കണം, ബോധവാന്മാരാകണം എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ദീൻ പഠിക്കാൻ താല്പര്യപ്പെടുന്ന യുവാക്കൾ, അൽഹംദുലില്ലാഹ് വഫഖനല്ലാഹു വഇയ്യാക്കും, എൻ്റെ മുമ്പിലിരിക്കുന്നവരിൽ അധികവും യുവാക്കളാണ്. നല്ല കൺകുളിർമയുള്ള കാഴ്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ദീൻ പഠിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും മരണം വരെ നമുക്ക് സ്ഥൈര്യവും സബാത്തും നൽകുമാറാകട്ടെ, ഇസ്തിഖാമത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ത്വലബുൽ ഇൽം, അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം അത് പഠിക്കാൻ മുന്നോട്ട് വരുന്ന യുവാക്കൾ, അവർ ശ്രദ്ധിക്കാൻ സലഫുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയ പ്രധാനപ്പെട്ട തത്വമാണിത്. ദീൻ പഠിക്കുന്നത് ആരുടെ അടുത്ത് നിന്നാണ് നമ്മൾ ശ്രദ്ധിക്കണം. ദീൻ പഠിച്ച, അത് പറയാൻ യോഗ്യരായ, ഇസ്തിഖാമത്തുള്ള, സബാത്തുള്ള, അതിനർഹരായ ആളുകളിൽ നമ്മൾ ദീൻ പഠിക്കണം. ഇന്ന് സോഷ്യൽ മീഡിയ വ്യാപകമായി നമ്മുടെ വിരൽത്തുമ്പിൽ നമുക്ക് വഴങ്ങിത്തന്നതിനാൽ എന്തും കേൾക്കാം, ആരുടേതും കേൾക്കാം, എങ്ങനെയും പഠിക്കാം എന്നൊരു രീതി യുവാക്കൾക്കിടയിൽ വ്യാപകമായിട്ടുണ്ട്. ഇന്റർനെറ്റിനെ നമ്മൾ മുഫ്തിയാക്കരുത്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന എന്തെങ്കിലും വാചക ശകലങ്ങൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും മുറിച്ച ക്ലിപ്പുകൾ, ഇതിലൂടെയല്ല നമ്മൾ ദീൻ പഠിക്കേണ്ടത്. മറിച്ച് അത് യോഗ്യരായ ഉലമാക്കളിൽ നിന്ന് കേൾക്കാനും പഠിക്കാനും നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഹിമ്മത്ത് നമ്മൾ ഉന്നതിയിൽ സ്ഥാപിക്കണം. അള്ളാഹുവിന്റെ ദീൻ, അതിന്റെ വഹി ഇറങ്ങിയ, ഖുർആനും സുന്നത്തും ഇറങ്ങിയ ഭാഷ അറബി, അത് പഠിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കണം. അറബിയിൽ വഹി ഇറങ്ങിയ ഭാഷയിൽ നമുക്ക് ഈ ദീനിന്റെ വിജ്ഞാനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ സലഫുകളുടെ പാരമ്പര്യത്തിൽ, പൈതൃകത്തിൽ ഇന്നും ആ ഭൂമിയിൽ നിന്ന് നമുക്ക് പകർന്നു നൽകുന്ന ഉലമാക്കൾ, നമ്മുടെ വിരൽത്തുമ്പിൽ അവരെ കേൾക്കാൻ നമുക്ക് സാധിക്കും, അവരെ വായിക്കാൻ സാധിക്കും. അവരിലേക്ക് നയിക്കുന്ന, അവരിലേക്ക് വഴികാട്ടുന്ന, ഗൈഡായി വർത്തിക്കുന്ന പ്രബോധകന്മാർ നമ്മുടെ ഭാഷയിൽ സംസാരിക്കുന്നവരുണ്ടാകും, വിശ്വസ്തരായ ആളുകൾ. അങ്ങനെ യോഗ്യരായ ആളുകളിൽ നിന്ന് ദീൻ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. സഹോദരങ്ങളെ, നമ്മൾ ദുനിയാവിൽ വാങ്ങുന്ന ഏതൊരു വിഭവവും, ഏതൊരു ഉൽപ്പന്നവും, നമ്മൾ ധരിക്കുന്ന വസ്ത്രമാകട്ടെ, നമ്മൾ കയ്യിൽ കെട്ടുന്ന വാച്ചാകട്ടെ, നമ്മുടെ കാലിൽ ധരിക്കുന്ന, മണ്ണിൽ ചവിട്ടി മതിക്കുന്ന ചെരുപ്പാകട്ടെ, നമ്മൾ കൊടുക്കുന്ന വിലക്ക് ഏറ്റവും മൂല്യവത്തായ ടോപ്പ് ക്വാളിറ്റിയുള്ള സാധനമേ നമ്മൾ വാങ്ങൂ. ഈ ദീൻ നമ്മൾ ജീവിച്ച് ഇതിലായി മരിക്കേണ്ട ദീനാണ്. അത് ഏറ്റവും ടോപ്പ് സോഴ്സിൽ നിന്ന്, ക്വാളിറ്റിയുള്ള ഉറവിടത്തിൽ നിന്ന് എടുക്കാൻ, പകരാൻ, നുകരാൻ നമ്മൾ നമ്മുടെ ലക്ഷ്യം ഉന്നതമാക്കി വെക്കണം. ഇതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. മഹാനായ താബി ഇബ്നു ശൗദബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇന്ന മിൻ നിഅമത്തില്ലാഹി അല ശാബി ഇദാ തനസ്സക അൻ യുവാഖി സാഹിബ സുന്നത്തിൻ യഹ്മിലുഹു അലൈഹ. ഒരു യുവാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിഅമത്തുകളിൽപ്പെട്ട വലിയ നിഅമത്താണ് അവന്റെ ആത്മീയ ജീവിതം, അവന്റെ ദീനിയായ വളർച്ചയും അവന്റെ സഹവാസവുമെല്ലാം സുന്നത്തിന്റെ, ശരിയായ ദീനിന്റെ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ വക്താക്കളോടൊപ്പം, അതിന്റെ പഠിതാക്കളോടൊപ്പം, അതിന്റെ ഉലമാക്കളോടൊപ്പം ആയിത്തീരുക എന്നത് അള്ളാഹു ഒരു യുവാവിന് നൽകുന്ന മഹത്തായ അനുഗ്രഹമാണ്. യഹ്മിലുഹു അലൈഹ. കാരണം സത്യത്തിന്റെ, ശരിയുടെ, സുന്നത്തിന്റെ ആളുകൾ അവരെ അതിലൂടെ നയിക്കും, അതവർ വഹിക്കും. അല്ലാത്തവർ അവരെ പഴപ്പിക്കാനും വഴികേടിലാക്കാനും ശ്രമിക്കും. അംർ ഇബ്നു ഖൈസ് അൽ മലാഇ റഹിമഹുല്ലാഹ് താബിഇയാണ്. അദ്ദേഹം പറഞ്ഞു, ഇദാ റഅയ്ത ശാബ അവ്വല മാ യൻശഉ മഅ അഹ്ലി സുന്ന വൽ ജമാഅ ഫർജുഹു. ഒരു യുവാവ്, അവന്റെ വളർച്ച,
അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളുകളോടൊപ്പമാണെങ്കിൽ നീ അവനിൽ പ്രതീക്ഷ അർപ്പിക്കുക, അവനിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. വഇദാ റഅയ്തഹു മഅ അഹ്ലിൽ ബിദ്അ ഫൈഅസ് മിൻ, ബിദ്അത്തിന്റെ ആളുകളോടൊപ്പമാണ് അവന്റെ സഹവാസം, അവന്റെ കൂട്ടുകെട്ട്, എങ്കിൽ അവനിൽ നിരാശയടയുക. ഫഇന്ന ശാബ്ബ അല അവ്വലി നുശൂഇഹി, കാരണം യുവാവ് അവന്റെ വളർച്ചയും അവന്റെ സഹവാസവും എങ്ങനെയാണോ അതുപോലെയായിരിക്കും അവന്റെ ഭാവി. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ അത്തർബിയത്തു ഫിസ്സിഗ്രി കന്നഖ്ശി അലൽ ഹജർ, ചെറുപ്പത്തിലേയുള്ള തർബിയത്ത്, ചെറുപ്പത്തിൽ എന്തിനാണോ നമ്മൾ വളർന്നത് അത് കല്ലിൽ കൊത്തിവെച്ച പോലെ ഇരിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കളെ, വളർന്നു വരുന്ന നമ്മുടെ പിഞ്ചോമനകളെ ഇസ്ലാമിന്റെ, ദീനിന്റെ, ഹക്കിന്റെ, സുന്നത്തിന്റെ, സലഫിയത്തിന്റെ തർബിയത്തുകളിലൂടെ അവരെ വളർത്തിയെടുക്കുക, എങ്കിൽ അത് കല്ലിൽ കൊത്തിവെച്ചതിന് സമാനമായിരിക്കും. സഹോദരങ്ങളെ, അംർ ഇബ്നു ഖൈസ് റഹിമഹുല്ലാ അദ്ദേഹം മറ്റൊരിക്കൽ പറഞ്ഞു, ഇന്ന ശാബ ലയൻശ, യുവാവ് അവൻ വളർന്നു വരുന്നവനാണ്, അവൻ ഒരുപാട് കാലം ജീവിക്കാനുള്ളവനാണ് ഇൻഷാ അല്ലാഹ്. ഫഇൻ ആസറ അൻ യുജാലിസ അഹ്ലൽ ഇൽമി കാദ അൻ യസ്ലം, അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ അമ്പിയാക്കൾ, അനന്തര സ്വത്തിന്റെ വക്താക്കൾ, അഹ്ലുൽ ഇൽം, അവരോടൊപ്പമാണ് അവന്റെ സഹവാസമെങ്കിൽ അവൻ സ്വാധീനിക്കപ്പെടും, അവരാൽ സ്വാധീനിക്കപ്പെടും. ഇൽമുള്ള, ദീനുള്ള ആളുകളോടൊപ്പം സഹവസിച്ചാൽ അവരെ സ്വാധീനം യുവാക്കൾക്കുണ്ടാകും. കാദ അൻ യസ്ലം, എങ്കിൽ അവൻ സുരക്ഷിതനാകാൻ സാധ്യതയുണ്ട്, അവന്റെ ദീനും ദുനിയാവും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. വഇൻ മാല ഇലാ ഗൈരിഹിം കാദ യഗ്തബ്, അതല്ല തിന്മയുടെ, തോന്നിവാസത്തിന്റെ, ഹവയുടെ, ഷഹ്വത്തിന്റെ, ദുനിയാവിന്റെ, ബിദ്അത്തിന്റെ, ഖുറാഫാത്തിന്റെ, ഹവയുടെ ആളുകളോടൊപ്പമാണ് അവൻ സഹവസിക്കുന്നതെങ്കിൽ, അവരോടാണ് അവന്റെ ബന്ധമെങ്കിൽ അവൻ നശിക്കാൻ ഏറെ സാധ്യതയുണ്ട്, അവൻ വഴികേടിലേകാൻ ഏറെ സാധ്യതയുണ്ട് എന്ന് അംർ ഇബ്നു ഖൈസ് അൽ മലാഇ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, ഇതിൽ വളരെ ഗൗരവമുള്ള സംഗതിയാണ് നമ്മുടെ കൂട്ടുകെട്ട് എന്നുള്ളത്, നമ്മുടെ സഹവാസം എന്നുള്ളത്. നമ്മുടെ ചങ്ങാതിമാർ, നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചവർ, നമ്മുടെ സോഷ്യൽ മീഡിയ ബന്ധങ്ങളിൽ നമ്മുടെ ചാറ്റ് ലിസ്റ്റിൽ നിറയുന്നവർ ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. ദീനുള്ളവരാണോ, അള്ളാഹുവിനെ പേടിക്കുന്നവരാണോ, അതല്ല ദീൻ അതിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ദുനിയാവിന്റെ വക്താക്കളായി നടക്കുന്നവരാണോ, ഏതെങ്കിലും സെലിബ്രിറ്റികളാണോ, ഏതെങ്കിലും യൂട്യൂബേഴ്സ് ആണോ, ഏതെങ്കിലും ബ്ലോഗേഴ്സ് ആണോ, ഏതെങ്കിലും രാഷ്ട്രീയക്കാരാണോ, ഏതെങ്കിലും പാർട്ടിയുടെ നേതാക്കന്മാരാണോ, നമ്മൾ പരിശോധിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിലൂടെ ഉണർത്തിയ മഹത്തായ ഒരു പാഠമുണ്ട് ഈ രംഗത്ത്. നോക്കണം നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചാണ് അള്ളാഹു പറയുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 28-ാമത്തെ ആയത്ത് എന്താണ് പറയുന്നത്? അള്ളാഹു വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹ, നബിയെ താങ്കളുടെ നഫ്സിനെ ക്ഷമിച്ച് അടക്കി നിർത്തുക, താങ്കളുടെ നഫ്സിനെ ക്ഷമിച്ചടക്കി നിർത്തുക. മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശിയ്യി, രാവിലെയും വൈകുന്നേരവും തങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുന്ന, തങ്ങളുടെ റബ്ബിനെ സ്മരിക്കുന്ന മുഅ്മിനീങ്ങളോടൊപ്പം താങ്കളുടെ നഫ്സിനെ താങ്കൾ അടക്കി നിർത്തുക, അവരോടൊപ്പം കൂടുക. യുരീദൂന വജ്ഹ, അവർ അള്ളാഹുവിന്റെ മുഖം നാളെ സ്വർഗത്തിൽ കാണണമെന്ന് ഉദ്ദേശിച്ചാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, ഇബാദത്ത് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതിനെ വിശദീകരിക്കവേ മുഫസ്സിരീങ്ങൾ ചിലർ പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ വജ്ഹ ആഗ്രഹിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന മുഅ്മിനീങ്ങൾ എന്നിവിടെ പറഞ്ഞത് മഅ അസ്ഹാബിക മിൻ ഫുഖറാഇൽ മുഅ്മിനീൻ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആദ്യം റസൂലുള്ളാഹിയുടെ ദഅവത്തിന് സ്വീകാര്യത നൽകിയ സഹാബികളിൽപ്പെട്ട ഫുഖറാക്കളെ പറ്റിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ഉമ്മത്തിൽ ആദ്യകാലത്തും പിൽക്കാലത്തും ഉത്തരം ചെയ്തവരിൽ അധികവും ഫുഖറാക്കളാണ്, പാവപ്പെട്ടവരാണ്, ദരിദ്രരാണ്, അശരണരാണ്, പ്രമാണികളല്ല. അതുകൊണ്ട് റസൂലെ, സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ഷറഫിന്റെയും മിഗ്നയുടെയും വക്താക്കൾ അവരെ താങ്കൾ കാണും. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ, ഈ പാവപ്പെട്ട താങ്കളുടെ അസ്ഹാബുകൾ, മുഅ്മിനീങ്ങൾ, അവരിൽ നിന്ന് കണ്ണിനെ താങ്കൾ പായിച്ചു കളയരുത്. ദുനിയാവിന്റെ പളപളപ്പുകളും സീനത്തും അലങ്കാരവും ഉദ്ദേശിച്ചുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യരുത്? അവരിൽ നിന്ന് കണ്ണിനെ പായിച്ചു കളയരുത്. കാരണം വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുറുതാ, അതിനെ പിൻപറ്റുന്ന ആളുകൾ ദുനിയാവിന്റെ ഭംഗിയിലും പളപളപ്പുകളിലും ദുനിയാവിന്റെ പുറംപൂച്ചിലും മയങ്ങിപ്പോകുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദിക്റിനെ തൊട്ട് അശ്രദ്ധരാക്കിയ ഹൃദയങ്ങളുള്ളവരാണ്.
അവരെ താങ്കൾ അനുസരിച്ചു പോകരുത്. വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മുടെ സ്മരണയെ വിട്ട് നാം ഹൃദയത്തെ അശ്രദ്ധരാക്കിയവരെ താങ്കൾ അനുസരിക്കരുത്. വത്തബഅ ഹവാ, സ്വന്തം തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്നവർ, അവരെയും താങ്കൾ അനുസരിച്ചു പോകരുത്. വകാന അംറുഹു ഫുറുത, അവരെ കാര്യം നഷ്ടത്തിലാണ്, നാശത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തണം. റസൂലുള്ളാഹിയുടെ കൂട്ടുകെട്ട്, അവിടുത്തെ സഹവാസം, അവിടുത്തെ ബന്ധം ആരോടൊപ്പമാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇവിടെ ദുനിയാവിന്റെ പളപളപ്പ് ഉദ്ദേശിച്ച് അള്ളാഹുവിനെ മറന്ന് അശ്രദ്ധയിലായിട്ടുള്ള ആളുകൾ, അവരെ കുറിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നു, അവര് സ്ഥാനത്തിന്റെയും അധികാരത്തിന്റെയും സമ്പത്തിന്റെയും ആളുകളായിരിക്കാം. അധികവും അങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്ന ദുരന്തം അതാണ്. എന്നാൽ മുഅ്മിനീങ്ങൾ, അവർ ദരിദ്രരാണെങ്കിലും, അവർ കാൽക്കാശിന് വിലയില്ലാത്തവരാണെങ്കിലും, സമൂഹത്തിൽ നിലയും വിലയുമില്ലാത്തവരാണെങ്കിലും അവരോടൊപ്പം ബന്ധം സ്ഥാപിക്കുക എന്ന് റസൂലുള്ളാഹിയെ മുൻനിർത്തി നമ്മെ പഠിപ്പിച്ച പാഠമാണത് അള്ളാഹുവിന്റെ. അൽ-ഇമാം നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം ഇതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, ഈ ആയത്തിൽ നല്ല കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കണമെന്ന കൽപ്പനയുണ്ട്, അവരോടൊപ്പം സഹവസിക്കാൻ നമ്മൾ പരിശ്രമിക്കണമെന്ന ഉത്ബോധനമുണ്ട്, നല്ലവരോടൊപ്പം ദീനുള്ളവരോടൊപ്പം മാത്രം കൂടിക്കലരണം എന്ന നിർദ്ദേശമുണ്ട്. വഇൻ കാനൂ ഫുഖറാ, അവർ ദരിദ്രന്മാരാണെങ്കിലും ശരി, അവർ സമൂഹത്തിലെ ഫുഖറാക്കളാണെങ്കിലും ശരി, ഫഇന്ന ഫീ സുഹ്ബതിഹിം മിനൽ ഫവായിദി മാ ലാ യുഹ്സാ, അവരോടൊപ്പം ദരിദ്രരാണെങ്കിലും ദീനുള്ളവരാണ്, അവരോടൊപ്പം കൂട്ടുകൂടിയ നിനക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ, നേട്ടങ്ങൾ, അതെണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത നേട്ടങ്ങളാണ്. അതുകൊണ്ട് അവർ ഫുഖറാക്കളാണെങ്കിൽ പോലും നീ അവരോടൊപ്പം കൂട്ടുകൂടണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന ഇതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നമ്മൾ ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത് എന്ന് നാം നോക്കണം. നമ്മുടെ കൂട്ടുകാരൻ നിസ്കരിക്കാത്തവനാണോ? നമ്മുടെ കൂട്ടുകാരൻ ദീനില്ലാത്തവനാണോ? നമ്മുടെ കൂട്ടുകാരൻ വെറും മുസ്ലിം നാമധാരിയാണോ? ഒബേസി മുസ്ലിം മാത്രമാണോ? നമ്മുടെ കൂട്ടുകാരൻ കമ്മ്യൂണിസ്റ്റുകാരനാണോ? നമ്മുടെ കൂട്ടുകാരൻ ബിദഅിയാണോ? നമ്മുടെ കൂട്ടുകാരൻ മാപ്പിള സഖാവാണോ? നമ്മുടെ കൂട്ടുകാരൻ നിരീശ്വരവാദം പേറുന്നവനാണോ? നമ്മുടെ കൂട്ടുകാരൻ ലഹരിക്കടിമയാണോ? നമ്മുടെ കൂട്ടുകാരൻ അള്ളാഹുവിന്റെ ദീനിനെ പുല്ലുവല കൽപ്പിക്കുന്നവനാണോ? നമ്മുടെ ദീനും അതാകും സഹോദരങ്ങളെ. അതുകൊണ്ട് കൂട്ടുകാരന്റെ ദീൻ നമ്മെ സ്വാധീനിക്കും, കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്നത് നമ്മെ സ്വാധീനിക്കപ്പെടും. മഹാനായ അബൂ സുലൈമാൻ അൽ ഖത്താബി റഹിമഹുല്ലാ ഹിജറ 388 മരണപ്പെട്ട അദ്ദേഹം പറഞ്ഞു, കൂട്ടുകാരന്റെ ദീനിലായിരിക്കും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരാൾ കൂട്ടുകൂടുക, ബന്ധം സ്ഥാപിക്കുക, തനിക്കിഷ്ടപ്പെട്ട, തന്നിൽ ആകൃഷ്ടനായ ആളുകളോടായിരിക്കും. അല്ലെ, എനിക്കിഷ്ടപ്പെട്ടവരോടെ ഞാൻ കൂട്ടുകൂടുകയുള്ളൂ. ഞാൻ ആരിലാണോ അട്രാക്റ്റഡ് ആയത് അവരുമായിട്ട് എനിക്ക് ബന്ധം സ്ഥാപിക്കുകയുള്ളൂ. എന്റെ കോണ്ടാക്ട്സിൽ ഇടം പിടിക്കുന്നവരായിരിക്കും. അപ്പോ നീ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്, അവരുടെ ദീനിലേക്ക് അവർ നിന്നെ നയിക്കും, നിന്നെ ക്ഷണിക്കും. അതുകൊണ്ട് നിന്റെ ദീൻ നീ പണയം വെക്കരുത്. ദീനില്ലാത്തവരോടൊപ്പം കൂട്ടുകൂടി നിന്റെ ദീനിനെ നീ വഞ്ചിച്ചു കളയരുത്. ദീനും മാർഗവും പിഴച്ചുപോയ തൃപ്തികരമല്ലാത്ത ആളുകളോടൊപ്പം കൂടി നീ സ്വയം വഞ്ചിതനാകരുത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഅ്തബിറു الناس ബിഅഖ്ദാനിഹിം, നിങ്ങൾ ആളുകളെ അവരുടെ കൂട്ടുകാരെ വിലയിരുത്തി പരിഗണിക്കുക. ഒരാളെ നമ്മൾ വിലയിരുത്താൻ, ഒരാളെ മാർക്ക് ചെയ്യാൻ അവരുടെ കൂട്ടുകാരെ പരിശോധിച്ചാൽ മതി. ഒരാളെ കുറിച്ച് അഭിപ്രായം അന്വേഷിക്കാൻ കൂട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചാൽ മതി. അവന്റെ കൂട്ടുകെട്ട് എങ്ങനെയാണ്, അവന്റെ സഹവാസം ആരോടൊപ്പമാണ്, കൂട്ടുകാരെ നല്ലവരാണോ, അവൻ അതിന്റെ അടയാളം, അതിന്റെ സ്വാധീനം പേറുന്നവനായിരിക്കും. കൂട്ടുകാരെ മോശമാണോ, അത് അയാളിലും പ്രകടമാകും. ഫഇന്നൽ മർഅ ലാ യുഖാദിനു ഇല്ലാ മൻ യുഅജിബു, തന്നിൽ അത്ഭുതപ്പെടുത്തപ്പെട്ടവനെ, തന്നിൽ ആകർഷിക്കപ്പെട്ടവനെ അല്ലാതെ മനുഷ്യൻ കൂട്ടുകാരനാക്കുകയില്ല. അപ്പൊ കൂട്ടുകൂടുന്നവരെ അവൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, അവന്റെ ഇഷ്ടവും അവരുടെ ഇഷ്ടങ്ങളായിരിക്കും. ഇതാണ് ദീൻ പഠിക്കുമ്പോഴും അതുപോലെ തന്നെ സഹവാസവും ബന്ധവും സ്ഥാപിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ദീനുള്ള, സുന്നത്തുള്ള, ഹക്കിനോട് പ്രതിബദ്ധതയുള്ളവരോടൊപ്പം നമ്മൾ കൂട്ടുകൂടണം. ദീൻ പറയാൻ യോഗ്യരായ, യോഗ്യതയുള്ള ഉറവിടങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന, അഹ്ലുൽ ഇൽമിലേക്ക് നമ്മെ നയിക്കുന്നവരോട് നമ്മൾ ബന്ധം സ്ഥാപിക്കുകയും അവരിൽ നിന്ന് ദീൻ പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം
മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇന്നമൽ ഖൈറു ഫി ശബാബ്. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, യുവാക്കളിൽ മാത്രമാണ് നന്മയുള്ളത്. നന്മ അത് യുവാക്കളിൽ മാത്രമാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇതിന് ചില സൂചനകളുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവന്റെ അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കുന്നവ 7 വിഭാഗം ആളുകളിൽ അല്ലാഹു എണ്ണിയ ഒരാളാണ് ആര്? ഷാബുൻ നശഅ ഫി ഇബാദത്തില്ലാ, അല്ലാഹുവിനുള്ള ഇബാദത്തിലായി വളർന്ന ഒരു യുവാവ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, ബഅദ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, ബഅദ്. സഹോദരങ്ങളെ, മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇന്നമൽ ഖൈറു ഫി ശബാബ്, യുവാക്കളിൽ മാത്രമാണ് നന്മയുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽ ഒരു വിഭാഗം അവർ അള്ളാഹുവിന്റെ ഇബാദത്തിലായി വളർന്ന യുവാക്കളാണ് എന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തി. ഷാബുൻ നശഅ ഫി ഇബാദത്തില്ലാ, അള്ളാഹുവിനുള്ള ഇബാദത്തിലായി വളർന്ന യുവാവ്. അങ്ങനെ വളരുന്ന യുവാക്കൾ, അവരിൽ മാത്രമാണ് നന്മയുള്ളത്. അവരിലാണ് നന്മയുള്ളത്. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അവനോടുള്ള ഉബൂദിയത്ത് കാഴ്ചവെച്ച് അവന്റെ കൽപ്പനകൾ അവൻ നിർബന്ധമാക്കിയത് പ്രവർത്തിച്ച് അവൻ ഹറാമാക്കിയത് ഒഴിവാക്കി ആരെക്കാളും അള്ളാഹുവിനെ പേടിച്ച് ആരെക്കാളും അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് ആരെക്കാളും അള്ളാഹുവിനോടുള്ള സ്നേഹം മികച്ച് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി, യഥാർത്ഥ മുസ്ലിമായി, യഥാർത്ഥ മുഅ്മിനായി, യഥാർത്ഥ മുത്തഖിയായി ജീവിക്കുന്ന യുവാക്കളിൽ മാത്രമാണ് നന്മയുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ്. യുവത്വ കാലഘട്ടത്തിൽ ഒരാൾ എങ്ങനെയാണോ ജീവിച്ചത്, എന്താണോ അവന്റെ ശീലം, എന്താണോ അവന്റെ നടപടി, എന്താണോ അവന്റെ സ്വഭാവം, അത് അവന്റെ ജീവിതത്തിലെ അടിത്തറയായി മാറും. അതിലായിരിക്കും അവന്റെ അവസാനം മിക്കവാറും. അങ്ങനെ ഒരു യുവാവ് ദീനിയായി അള്ളാഹുവിന് തൃപ്തമായ മാർഗത്തിൽ അവൻ വളർന്നാൽ, യുവത്വം വിനിയോഗിച്ചാൽ, പണ്ഡിതന്മാർ പറയുന്നു, മരണം വരെ അവൻ അതിൽ തുടരുക മാത്രമല്ല, നഫ്അൻ ലി നഫ്സിഹി, അതവന്റെ സ്വന്തത്തിന് ഉപകാരമാണ്, വനഫ്അൻ ലി ഉമ്മത്തിഹി, അവൻ ജീവിക്കുന്ന സമൂഹത്തിന് അത് ഉപകാരമാണ്, വനുസ്ഹൻ ലി ഗൈരിഹി, മറ്റുള്ളവർക്ക് അത് ഗുണകാംക്ഷയാണ്.
മഹത്തായ മാതൃകയാണ്. ഒരു യുവാവ് നന്നായി ദീനിയായി ജീവിച്ചാലുള്ള നേട്ടങ്ങളാണിത്. എന്നാൽ യുവത്വം നശിപ്പിച്ചാൽ, അള്ളാഹുവിന്റെ ദീനിന് അനുഗുണമല്ലാത്ത രൂപത്തിൽ യുവത്വം പാഴാക്കിയാൽ, അവന്റെ ജീവിതത്തിലെ എല്ലാ നന്മയും നഷ്ടപ്പെടും. അവന്റെ ജീവിതം പാഴാകും, വൃഥാവിലാകും. മുൻഗാമികൾ ചിലർ പറഞ്ഞു, യുവാക്കളിൽ യുവത്വത്തിന്റെ ശക്തി ഖുവ്വത്തു ശബാബ് വഫറാഖുൽ വഖ്ത്, ഒഴിവു സമയം, വഫറത്തുൽ മാൽ, സമ്പത്തിന്റെ ആധിക്യം. ഇത് മൂന്നുമുണ്ടെങ്കിൽ നാലാമതായി ഒന്നുകൂടി അവിടെ വന്നു ചേരും, കസ്റത്തുൽ ഫിതൻ. ഫിത്നകൾ അവന്റെ ജീവിതത്തിൽ അധികരിക്കും. അവൻ ഫിത്നകളിൽ പെട്ടുപോകും. യുവത്വത്തിന്റെ ശക്തിയും ഒഴിവു സമയവും സമ്പത്തിന്റെ ആധിക്യവും ഇന്നത്തെ യുവ സമൂഹത്തിന് മുമ്പിൽ വലിയ വെല്ലുവിളിയായി, പ്രതിസന്ധിയായി മാറുന്ന 3 കാര്യങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യുവാക്കളെ നിങ്ങൾ നോക്കൂ. മുൻപുള്ള യുവാക്കളെ അപേക്ഷിച്ച് കസ്റത്തുൽ ഫിതൻ, തോന്നിവാസങ്ങളിലാണവർ, ഫിത്നകളിലാണവർ. കയ്യും കണക്കുമില്ലാത്ത പൈശാചികതയിൽ അവർ ആണ്ടുപോകും. ഈ 3 കാര്യങ്ങളും യുവത്വത്തിന്റെ ശക്തിയും അതുപോലെ തന്നെ ഒഴിവു സമയവും സമ്പത്തിന്റെ ആധിക്യവും ഇന്നത്തെ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. മുൻഗാമികൾ അത് പറഞ്ഞു വെച്ചതാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, അശ്ശബാബു ശുഅബത്തും മിനൽ ജുനൂൻ. യുവത്വം എന്നത് അത് ഭ്രാന്തിന്റെ ഒരു ശാഖയാണ്. യുവത്വം അല്ല, യുവാക്കൾ തോന്നിവാസികളായ, ദീനിയല്ലാത്ത, അധാർമികതയിൽ ആണ്ടുപോയിട്ടുള്ള യുവാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടാൽ, കണ്ടാൽ, അറിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോകും, അറിയാതെ എന്ത് ഭ്രാന്താണിത്. അത് യുവത്വം ദീനിലായി വിനിയോഗിച്ചിട്ടില്ല, അത് ഭ്രാന്തമാണ്, ഭ്രാന്തിന്റെ ഒരു ശാഖയാണത്. അതുകൊണ്ട് തന്നെ ആ യുവത്വത്തെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വിനിയോഗിക്കണം, അള്ളാഹുവിന് തൃപ്തിയുള്ള മാർഗത്തിൽ വിനിയോഗിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിന്റെ രഹസ്യമായി ഉലമാക്കൾ ചില പറഞ്ഞു. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ പേര് നൽകപ്പെട്ടവർ അവരുടെ യുവത്വത്തിന് കടിഞ്ഞാണിട്ടു അള്ളാഹുവിന് തൃപ്തിയുള്ള മാർഗത്തിൽ എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഷെയ്ഖായി അവർ മാറി. അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ തെരഞ്ഞെടുത്തത് യുവത്വ കാലഘട്ടത്തിലാണ്, യുവത്വത്തിന്റെ പാരമ്യതയിലാണ്. അതുകൊണ്ട് അവർ ഉമ്മത്തിന് കാഴ്ചവെച്ച സംഭാവനകൾ അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഇന്നമൽ ഖൈറു ഫി ശബാബ്. യുവത്വം നന്മയിലായി വിനിയോഗിക്കുകയാണെങ്കിൽ യുവാക്കളിൽ മാത്രമാണ് നന്മ എന്ന് മാലിക് ബിൻ ദീനാർ റഹിമഹുല്ല പറഞ്ഞു. നാലാമതായി സഹോദരങ്ങളെ, ഒരിക്കൽ താബിഈങ്ങളിൽപ്പെട്ട വലിയ ഇമാമായിരുന്ന സുഫ്യാൻ സൗരി റഹിമഹുല്ല, അദ്ദേഹം താബിഈങ്ങളെ കിബാറിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ കുറച്ചു ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വാതിൽ തുറന്ന് പുറത്തു വന്നു. എന്നിട്ട് അദ്ദേഹം തന്നെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്ന യുവാക്കളോടായി പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, തഅജ്ജലു ബറകത ഹാദൽ ഇൽം, ഈ ദീനിന്റെ വിജ്ഞാനങ്ങളുടെ ബറക്കത്ത് നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെടണം, നിങ്ങൾ തിരക്ക് കൂട്ടണം. ആരോടാണ് ഈ പറയുന്നത്? വാതിൽക്കൽ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി കാത്തുനിന്ന യുവാക്കളോടാണ് പറയുന്നത്. നിങ്ങൾ ദീൻ പഠിക്കാൻ തിടുക്കം കൂട്ടണം, ഇൽമിന്റെ ബറക്കത്ത് നേടാൻ നിങ്ങൾ ധൃതി കാണിക്കണം. ഫഇന്നകും ലാ തദ്റൂന ലഅല്ലകും ലാ തബ്ലുഗൂന മാ തുഅമ്മിലൂന മിൻ. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ വെട്ടിപ്പിടിക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിച്ചേക്കുകയില്ല. നിങ്ങൾക്കറിയില്ല, നിങ്ങൾ നാളെ ചെയ്യാം, നിങ്ങൾ ഭാവിയിൽ ചെയ്യാം, ഇനിയും സമയമുണ്ടല്ലോ, കുറച്ചു കാലം കൂടി കഴിയട്ടെ എന്ന് നിങ്ങൾ പ്രതീക്ഷ വെച്ച് ആഗ്രഹിക്കുന്ന, എത്തിപ്പിടിക്കാൻ മോഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നേടാതെ പോയേക്കാം. നിങ്ങൾക്കറിയില്ല, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് യുഫിദ് ബഅദുകും ബഅദ, നിങ്ങൾ പരസ്പരം ഉപകാരം സിദ്ധിക്കുന്നവരായി തീരാൻ, നിങ്ങൾ ഈ ഇൽമിന്റെ ബറക്കത്ത് നേടിയെടുക്കാൻ, ദീൻ പഠിക്കാൻ തിടുക്കം കാണിക്കുക എന്ന് അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, യുവത്വം ദീൻ പഠിക്കാൻ വിനിയോഗിക്കാൻ സാധിക്കുന്ന സുവർണ കാലഘട്ടമാണ്. ഇപ്പോൾ പഠിക്കാൻ നമുക്ക് സാധിച്ചാൽ പഠിച്ചു. ഈ സമയം അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിൽ നമ്മൾ വിട്ടുനിന്നാൽ, അകന്നു നിന്നാൽ അത് പാഴായി. ആയുസിന്റെ നഷ്ടമായിരിക്കും അത്. ആയുസിന്റെ നഷ്ടം. എന്റെ മുമ്പിലിരിക്കുന്ന പ്രായം ചെന്ന ആളുകൾ ഒരുപക്ഷെ ഇന്നും പഠിക്കേണ്ട കാലത്ത് പഠിച്ചിരുന്നെങ്കിൽ, യുവത്വ കാലഘട്ടത്തിൽ ഈ ഹക്ക് എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ എന്ന നഷ്ടബോധത്തെക്കുറിച്ച് അയവിറക്കുന്നവരായേക്കാം ചിലപ്പോൾ. സഹോദരങ്ങളെ, നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ സാധിക്കുകയില്ല.
യുവത്വത്തിന്റെ പ്രത്യേകത നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു. അന്നശാത്ത്, ഉന്മേഷവാന്മാരായിരിക്കും നമ്മൾ, ഊർജ്ജസ്വലരായിരിക്കും നമ്മൾ. വദ്ദാക്കിറ, ഓർമ്മശക്തിയുള്ളവരായിരിക്കും. വൽ ഖുദ്റതി അൽ ഇസ്തിദ്കാർ, ഇനി കഴിഞ്ഞ കാര്യങ്ങൾ അത് ഓർത്തെടുക്കാനുള്ള, അതല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള, അത് മെമ്മറൈസ് ചെയ്യാനുള്ള കഴിവ് അത് യുവത്വത്തിലുള്ളതുപോലെ മറ്റൊരു പ്രായത്തിലും ഉണ്ടാകില്ല. യുവത്വം അത് മുന്നോട്ട് പോകും തോറും, ആയുസ് പിന്നിലാകും തോറും നമുക്ക് ബാധ്യതകൾ ഉണ്ടാവും, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും, ജോലി തിരക്ക് കൂടും, മശാഗിലുകൾ ഉണ്ടാകും, പല ഏർപ്പാടിൽ നമ്മൾ വ്യാപൃതരാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോകും. യുവത്വം, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതുപോലെ, അദ്ദേഹം യുവത്വ കാലഘട്ടത്തെ ഉപമിച്ചു. മാ ശബ്ബഹ്തു ശബാബ ഇല്ലാ ബിശൈഇൻ കാന ഫീ കുമ്മി ഫസഖത്. യുവത്വത്തെ ഞാൻ ഉപമിക്കുന്നത് എന്റെ പോക്കറ്റിൽ, എന്റെ വസ്ത്രത്തിന്റെ പോക്കറ്റിൽ ഞാൻ നിക്ഷേപിച്ച ഒരു വസ്ത്രത്തെ, ഒരു വസ്തുവിനെ പോലെയാണ്. ഞാനത് ഇട്ടതും അത് വീണുപോയി. അല്ലെ, നമ്മുടെ ജുബ്ബ, അതല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രം, കുപ്പായം, അതിന്റെ പോക്കറ്റിൽ നമ്മളൊരു സാധനം ഇട്ടു. ആ പോക്കറ്റിന് ദ്വാരമുണ്ടായിരുന്നു, ഓട്ടയുണ്ടായിരുന്നു, ഇട്ടതും അത് വീണുപോയി. ഇതുപോലെ എന്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചത് വീണുപോയൊരു സംഗതി, നിക്ഷേപിച്ചതും വീണുപോയൊരു സംഗതി. അതുപോലെയാണ് യുവത്വത്തെ. അതാ വരുന്നു, ഇതാ പോകുന്നു. യുവത്വം വന്നതേ അറിയൂ, അത് പോയത് നമ്മൾ അറിയില്ല. പെട്ടെന്ന് വരുന്നു. യഅതി സരീഅൻ വയദ്ഹബു സരീഅ. പോയതും വന്നതും അറിയാതെ നമ്മൾ പോകുന്ന, വളരെ പൊടുന്നനെ നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുന്ന അവസ്ഥയാണ്, കാലഘട്ടമാണ് യുവത്വം എന്നുള്ളത്. അതുകൊണ്ട് അത് മുതലാക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ അസറിനെ വിശദീകരിക്കുക പറഞ്ഞു, ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടി കഴിയട്ടെ, എന്നിട്ട് അറബിയൊക്കെ പഠിക്കാം. വിവാഹം കഴിയാത്തവരാണെങ്കിലും വിവാഹം കഴിയട്ടെ. ദീൻ പഠിച്ചൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്താൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാമല്ലോ. അതല്ലെങ്കിൽ ഒന്ന് സെറ്റിലാവട്ടെ, ഗൾഫിലൊക്കെ പോയി ഒന്ന് സെറ്റിലാവട്ടെ, എന്നിട്ട് രണ്ടു കാലം ഉറച്ചു നിന്നിട്ട് എന്ത് ചെയ്യാം. ചിലർ വിചാരിക്കും, ഇങ്ങനെ പലതും പ്രതീക്ഷിക്കും, അതല്ലെങ്കിൽ അടുത്ത വർഷം, ഇപ്പൊ നമുക്ക് മുമ്പിൽ ഒരു അവസരം ഉണ്ടാവും, അടുത്ത വർഷം ആകട്ടെ, കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഇങ്ങനെ നീട്ടിവെക്കുന്ന അവസ്ഥ ഒരു പക്ഷെ ഖുർആനിൽ നിന്ന് ഇത്ര ജുസ് ഹിഫ്ലാക്കാം എന്ന് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ഇത്ര ഹദീസുകൾ മനഃപ്പാടമാക്കാം, അറബി ഭാഷ പഠിക്കാം, സർഫ് പഠിക്കാം, നഹ്വു പഠിക്കാം, ഇങ്ങനെ പലതും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അത് പെട്ടെന്ന് നമ്മൾ തിടുക്കം കൂട്ടി ആ ബറക്കത്ത് നമ്മൾ നേടിയിട്ടില്ലെങ്കിൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം തേടി ആ മാർഗത്തിൽ ഇന്നാണെങ്കിൽ ഇന്ന്, ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങി തിരിച്ചവർക്ക് അല്ലാഹു മാർഗം എളുപ്പമാക്കും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. ആരാണോ പരിശ്രമിക്കുന്നത്, ത്യാഗം സഹിക്കുന്നത്, അവർക്ക് നാം മാർഗം എളുപ്പമാക്കി കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതോടൊപ്പം ഈ അസറിൽ കാണാം, മഹാനായ സുഫ്യാൻ സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, യുഫിദ് ബഅ്ദുകും ബഅ്ദാ. നിങ്ങൾ പഠിച്ച അറിവുകൾ അത് പരസ്പരം ഷെയർ ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ, നിങ്ങൾ കൂടുന്ന സദസ്സുകളിൽ, നിങ്ങളുടെ ഒഴിവ് വേളകളിൽ നിങ്ങളത് പരസ്പരം ഓർമ്മപ്പെടുത്തണം. എന്തെങ്കിലും ഒരു പുതിയ ഫായിദ, ഒരു ഹദീസിലെ പാഠം, ഒരായത്തിന്റെ തഫ്സീർ, അതല്ലെങ്കിൽ ഒരു അസർ, സലഫുകളുടെ ഒരു വാക്ക്, ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ പുതിയ അറിവ് നിങ്ങളുടെ സദസ്സുകളിൽ പരസ്പരം നിങ്ങൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. നിങ്ങൾ പങ്കുവെക്കണം. നിങ്ങൾ പരസ്പരം ഓർമ്മപ്പെടുത്തണം. നിങ്ങൾ പരസ്പരം ഉപകാരമെടുക്കണം എന്ന് സുഫ്യാൻ സൗരി റഹിമഹുല്ല അവരെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സഹോദരങ്ങളെ, അഞ്ചാമത്തെ കാര്യം, മഹാനായ അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ല, താബിഈങ്ങളിൽ കിബാറുകളിൽപ്പെട്ട അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ല, ഹസനുൽ ബസ്രി റഹിമഹുല്ല ഹിജ്റ 110 മരണപ്പെട്ടത്. അദ്ദേഹം ഒരിക്കൽ തനിക്ക് ചുറ്റുമുള്ള യുവാക്കളെ വിളിച്ചു പറഞ്ഞു, യാ മഅ്ശറ ശബാബ് അലൈക്കും ബിൽ ആഖിറ ഫത്ലുബൂഹ. യുവാക്കളെ, നിങ്ങൾ ആഖിറത്തിന് പ്രാധാന്യം കൽപ്പിക്കണം. നിങ്ങൾ ആഖിറത്തെ മുറുകെ പിടിക്കണം. ഫത്ലുബൂഹ, ആഖിറം തേടി നിങ്ങൾ ഇറങ്ങണം. പരലോകം പ്രതീക്ഷിച്ച് നിങ്ങൾ പണിയെടുക്കണം. ഫകസീറൻ റഅയ്നാ മൻ ത്വലബൽ ആഖിറ ഫഅദ്റകഅഹാ മഅ ദുനിയ. ധാരാളം ആളുകളെ നാം കണ്ടിട്ടുണ്ട്. ഫകസീറൻ റഅയ്നാ മൻ ത്വലബൽ ആഖിറ, അവർ ആഖിറം ലക്ഷ്യമാക്കി ആഖിറം അന്വേഷിച്ചിറങ്ങിയവരാണ്. ഫഅദ്റകഅഹാ മഅ ദുനിയ, അവർക്ക് ആഖിറവും ലഭിക്കുന്നു, ദീനും ലഭിക്കുന്നു, ഒപ്പം ദുനിയാവും അവരുടെ പിന്നാലെ വരുന്നു. അങ്ങനെ ഒരുപാട് പേരെ നമുക്കറിയാം. ആഖിറം ലക്ഷ്യമാക്കി ദുനിയാവിൽ ജീവിക്കുന്നു, ആഖിറവും ലഭിക്കുന്നു, അതോടൊപ്പം ദുനിയാവ് അവരുടെ പിന്നാലെ വരുന്നു. വമാ റഅയ്നാ അഹദൻ ത്വലബ ദുനിയ ഫഅദ്റകൽ ആഖിറത മഅ ദുനിയ. പക്ഷെ ഒരാളെയും നമ്മൾ കണ്ടിട്ടില്ല,
ദുനിയാവ് ലക്ഷ്യമാക്കി കുറച്ചും കൂടെ കഴിയട്ടെ, ദുനിയാവിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, ദുനിയാവിന്റെ മേച്ചിൽപ്പുറങ്ങൾ താടി പിന്നീട് ദീൻ നന്നാക്കാം, പിന്നീട് ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാം എന്ന ലക്ഷ്യം വെച്ച് നടക്കുന്ന ആളുകൾ, അവർക്ക് ദുനിയാവും കിട്ടി, ഒപ്പം പിന്നാലെ ആഖിറവും കിട്ടിയതായി നമ്മൾ ഒരാളെയും കണ്ടിട്ടില്ല. ദുനിയാവ് കിട്ടിയേക്കാം അല്ലെ, ദുനിയാവ് തേടുന്നവർ, ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നവർ, അവർക്ക് ദുനിയാവെമ്പാടും കിട്ടിയേക്കാം. പക്ഷേ അതിനുകൂടെ ആഖിറം അവർ സ്വായത്തമാക്കിയതായി നമ്മൾ കണ്ടിട്ടില്ല. ദുനിയാവിന്റെ വക്താക്കൾ, അവർ ദുനിയാവിന് വേണ്ടി ജീവിച്ചു, ദുനിയാവിന് വേണ്ടി മരിക്കുന്നു. പക്ഷെ ആഖിറത്തെ ലക്ഷ്യമാക്കിയവർ, അവർക്ക് ആഖിറവും അതോടൊപ്പം ദുനിയാവും ലഭിച്ചതായി ധാരാളം നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ആശയമാണിത്. മുത്തഫഖുൻ അലൈഹിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തഫഖുൻ അലൈഹി അല്ല, സ്വഹീഹായി സ്ഥിരപ്പെട്ട അസ്ഹാബു സുനൻ, അവരുടെ സുനനുകൾ കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണെന്നാണ് ഓർമ്മ. പ്രസിദ്ധമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത്തി ദുനിയ ഹമ്മഹു ഫറഖല്ലാഹു അലൈഹി അംറഹു. ആരുടെ ലക്ഷ്യമാണോ, പരമമായ ലക്ഷ്യമാണോ ദുനിയാവായി മാറിയത്, ദുനിയാവിൽ എന്തിനാണ് അവൻ ജീവിക്കുന്നത്? സമ്പാദിക്കാൻ, വലിയ ജോലി നേടാൻ, വലിയ കോടികൾ വിലമതിക്കുന്ന വീടുണ്ടാക്കാൻ, വരും തലമുറകൾക്കുള്ള ആസ്തി ഉണ്ടാക്കാൻ, ദുനിയാവിൽ ജീവിക്കുന്നത് ദുനിയാവ് ഉണ്ടാക്കാൻ. ഇതാണ് ഒരാളുടെ ലക്ഷ്യമെങ്കിലോ ഫറഖല്ലാഹു അലൈഹി അംറ, അല്ലാഹു അവന്റെ കാര്യങ്ങൾ ഛിന്ന ഭിന്നമാക്കും. വജഅല ഫഖറഹു ബൈന ഐനൈ, അവന്റെ കണ്ണിന് മുമ്പിൽ അല്ലാഹു ദാരിദ്ര്യത്തെ സ്ഥാപിക്കും. വലിയ സമ്പന്നനായിരിക്കും, ബില്യണറായിരിക്കും, മില്യണറായിരിക്കും, കോടിപതിയായിരിക്കും, ലക്ഷപ്രഭുവായിരിക്കും ആളുകളുടെ കണ്ണിൽ. പക്ഷെ അല്ലാഹു അവന്റെ കണ്ണിന്റെ മുമ്പിൽ ദാരിദ്ര്യത്തെ സ്ഥാപിക്കും. മനസ്സിലൊരു ധന്യതയും സമ്പത്തും ഉണ്ടാവില്ല. എത്ര കിട്ടിയാലും, എത്ര സമ്പാദിച്ചാലും, എത്ര തിന്നാലും, എത്ര ഉടുത്താലും മതിയാകാത്ത അവസ്ഥ, ഉള്ളത് നഷ്ടപ്പെടുന്നു എന്ന ഭീതി, ഇങ്ങനെ കൺമുമ്പിൽ അള്ളാഹു അവന് ദാരിദ്ര്യം സ്ഥാപിച്ചു കൊടുക്കും. വലം യഅ്തിഹി മിനദ് ദുനിയ ഇല്ലാ മാ കുതിബ ലഹു. ഇനി അവന് മരിക്കുവോളം 24 മണിക്കൂറും ചോര നീരാക്കി വിയർപ്പൊഴുക്കി ദുനിയാവിന് വേണ്ടി പാഞ്ഞാലും എന്താണ് അവന് കിട്ടാൻ പോകുന്നത്? അള്ളാഹു എഴുതി വെച്ചതല്ലാതെ. അള്ളാഹു അവനെയും സകല ചരാചരങ്ങളെയും ആകാശഭൂമികളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവന്റെ റിസ്ഖായി രേഖപ്പെടുത്തിയതല്ലാതെ ഒരു ചില്ലിക്കാശ് അധികം ദുനിയാവിന് വേണ്ടി ജീവിച്ചു മരിച്ചാൽ ദുനിയാവിന്റെ വക്താക്കൾക്ക് ലഭിക്കുമോ? ഒരിക്കലുമില്ല. അള്ളാഹു എഴുതി വെച്ചതിനപ്പുറത്ത് ഒന്നും അവന് ലഭിക്കാനില്ല. എന്നാൽ നോക്കൂ നിങ്ങൾ, വമൻ കാനത്തിൽ ആഖിറ നിയ്യതഹു, ആരുടെ ലക്ഷ്യമാണോ, ആരുടെ നീയത്താണോ ആഖിറമായത്, ദുനിയാവിലും ജീവിക്കുന്നു, സമ്പാദിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, ഒരുപക്ഷെ അവൻ സമ്പന്നനായേക്കാം. പക്ഷേ മുൻഗാമികൾ ചില പറഞ്ഞ പോലെ സമ്പന്നനാണ്, അവന്റെ കൽബിൽ സമ്പത്തില്ല. കയ്യിൽ പൈസയുണ്ട്, പക്ഷെ അവന്റെ കൽബിലേക്ക് ആ സമ്പത്ത് കടന്നിട്ടില്ല. ഇങ്ങനെയുള്ളവനായേക്കാം. ലക്ഷ്യം ആഖിറമാണ്, ദീനാണ്, ദുനിയാവല്ല. ദുനിയാവിൽ ആഖിറം ലക്ഷ്യമാക്കി ആരാണോ ജീവിക്കുന്നത്, ജമഅ അല്ലാഹു ലഹു അംറഹു, അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു സമാഹരിച്ചു കൊടുക്കും. അവൻ പിന്നാലെ പായേണ്ട ആവശ്യമില്ല. അവൻ ചോര നീരാക്കി, ചിലപ്പോൾ വിയർപ്പൊഴുക്കി 24 മണിക്കൂറും അധ്വാനിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. വജഅല ഗിനാഹു ഫീ ഖൽബിഹി, കാരണം എന്താണെന്നറിയോ, അവന്റെ ഹൃദയത്തിലാണ് ധന്യത. ലൈസൽ ഗിന അൻ കസറത്തിൽ അർള് വലാകിന്നൽ ഗിന ഗിന നഫ്സ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, വിഭവങ്ങളുടെ സമ്പത്തിന്റെ ആധിക്യമല്ല യഥാർത്ഥത്തിൽ സമ്പന്നത എന്ന് പറഞ്ഞാൽ. ഉള്ളത് മാസം മിച്ചം വരുന്നത് 10 രൂപയാണെങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന മാനസിക വിശാലതയുണ്ടല്ലോ. അല്ല തന്നത് 10 രൂപയാണെങ്കിലും മാസത്തിൽ മിച്ചം വരുന്നു, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ സാധിക്കുന്ന അൽ ഖനാഅതു ബിൽ ഖലീൽ, ഉള്ളത് മിച്ചം വരുന്നത് തുച്ഛമാണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടുന്ന അവസ്ഥ. ഒരു പക്ഷേ കണ്ണൂരിന്റെ വിഭവ സംസ്കാരത്തിന് ഇത് ദഹിക്കാതെ പോയേക്കാം, ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. എത്ര പാവപ്പെട്ടവരാണെങ്കിലും അടിച്ചു പൊളിച്ച് ധൂർത്തടിച്ച് ആഡംബരപൂർവ്വം ജീവിക്കലാണ് വടക്കൻ മലബാറിന്റെ പാരമ്പര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ അങ്ങനെയെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല പൊതുവെ. അതുകൊണ്ട് സഹോദരങ്ങളെ, കയ്യിൽ കുറെ പൈസ ഉണ്ടാവുക, ബാങ്കിൽ കുറെ ആസ്തി ഉണ്ടാവുക, അക്കൗണ്ടിൽ കുറെ സേവിങ്സ് ഉണ്ടാകുക, അതല്ല സമ്പത്തിന്റെയും സമ്പന്നതയുടെ മാനദണ്ഡം. മനസ്സിലുള്ളത് തൃപ്തിപ്പെടാനുള്ള ധന്യത. അത് കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും ചമ്മന്തി അരച്ചിട്ടാണെങ്കിലും എന്നും ഇറച്ചി മീനൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതാണ് അൽ ഖനാഅതു ബിൽ ഖലീൽ. അവന്റെ ഖൽബിൽ അല്ലാഹു ധന്യത ഇട്ടുകൊടുക്കും. ദുനിയാവിന്റെ കാര്യം, ദുനിയാവ് അവനെ തേടി അവന്റെ പിന്നാലെ വരും. കീഴ്പ്പെടുത്തപ്പെട്ട ഒരു മാൻപേടയെ പോലെ ദുനിയാവ് അവന്റെ പിന്നാലെ വരും.
ദുനിയാവിന്റെ ആള് ദുനിയാവിന്റെ പിന്നാലെ പാഞ്ഞാൽ അള്ളാഹു എഴുതി വെച്ചതല്ലാതെ ഒന്നും അവന് ലഭിക്കൂല. ഓടട ഓട്ടം എന്നല്ലാതെ, അവന്റെ ജീവിതം ദുനിയാവിൽ ഒടുങ്ങുമെന്നല്ലാതെ ഒന്നും അധികം അവന് ലഭിക്കുകയില്ല. ആഖിറത്തെ ലക്ഷ്യമാക്കി ദുനിയാവിനെ ദീനിനു വേണ്ടി വളച്ചവൻ, ദീനിനെ ദുനിയാവിന് വേണ്ടി വളച്ചവനല്ല, ദീനിനു വേണ്ടി ദുനിയാവിനെ ഫ്ലെക്സിബിൾ ആക്കിയവൻ. അങ്ങനെയാണല്ലോ ആളുകൾ അവർക്ക് ദീനിയായി മാറാൻ കാരണവും തടസ്സവും അവരുടെ ദുനിയാവായിരിക്കും. ദുനിയാവിനെ ദീനിനു വേണ്ടി സൈഡാക്കിയവൻ, അരിക്കാക്കിയവൻ, ദുനിയാവിനെ ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയവൻ, അവന്റെ പിന്നാലെ ദുനിയാവ് വരുന്നതാണ്. വഹിയ റാഹിമ, കീഴ്പ്പെടുത്തപ്പെട്ടതുപോലെ അള്ളാഹുവിന്റെ ഖൽബിൽ ധന്യതയെ, സമ്പത്തിനെ രേഖപ്പെടുത്തുമെന്നാണ്. ഇതാണ് മഹാനായ അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞത്. ദുനിയാവിനെ തേടിയവർക്ക് ആഖിറം ലഭിച്ചതായി കാണാൻ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ്, ദുനിയാവ് ലക്ഷ്യമാക്കാതെ ആഖിറം ലക്ഷ്യമാക്കി ദുനിയാവിൽ ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ദുആ ആണ്, വലാ തജഅലി ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. എന്താണ് അർത്ഥം? അല്ലാഹുവേ, ദുനിയാവിനെ ഞങ്ങളുടെ പരമമായ പ്രധാനമായ ലക്ഷ്യമാക്കി ഏറ്റവും വലിയ തേട്ടമാക്കി മാറ്റരുതേ. ഞങ്ങളുടെ അറിവിന്റെ ആകത്തുക ദുനിയാവ്, എന്തിനും ഏതിനും ദുനിയാവ്, പഠിക്കുന്നതും ദുനിയാവിന് വേണ്ടി, പ്രവർത്തിക്കുന്നതും ദുനിയാവിന് വേണ്ടി, ജീവിക്കുന്നതും ദുനിയാവിന് വേണ്ടി, മരിക്കുന്നതും ദുനിയാവിന് വേണ്ടി. അങ്ങനെ ആക്കരുത് റബ്ബേ. പരലോകത്തെ ഞങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യമാക്കി മാറ്റണമേ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ. ഈ പറഞ്ഞതിനർത്ഥം ദുനിയാവിൽ സമ്പാദിക്കേണ്ട, ജോലി ചെയ്യേണ്ട, സമ്പത്ത് നേടേണ്ട എന്നതല്ല. അതിനുള്ള പ്രാധാന്യവും ഗൗരവവും ദീൻ കൽപ്പിച്ചിടത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം. അതിനപ്പുറത്ത് നമ്മുടെ ഹൃദയത്തിൽ പരലോകത്തിന് സ്ഥാനം നൽകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പിന്നിൽ വരുന്ന തലമുറയെ, നമ്മൾ ചെലവിന് കൊടുക്കുന്ന നമ്മുടെ ആശ്രിതരെ, അവരെ നിസ്സഹായരാക്കി അന്യരുടെ മുമ്പിൽ യാചിക്കാൻ തക്ക രൂപത്തിൽ വിട്ടേച്ചു പോകുക എന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്ന കാര്യമാണ്. സലഫുകളുടെ വസിയത്തിൽ നമുക്ക് അതും കാണാൻ സാധിക്കും. മുൻഗാമികളിൽപ്പെട്ട ചിലർ പറഞ്ഞതായി കാണാം, നിങ്ങൾ ഇന്നാലിന്ന ആളുകളുടെ വീടിന്റെ വാതിൽക്കൽ പോയി സമ്പത്തിന് വേണ്ടി കാവൽ നിൽക്കാൻ പാടില്ല. യാ മഅ്ശറ ശബാബ് ഇഹ്തരിഫു. അയ്യൂബ സഖ്തിയാനി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾ ജോലി നേടുക, നിങ്ങളൊരു കൈത്തൊഴിലെടുക്കുക, നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട്, ശരീരം കൊണ്ട് അധ്വാനിച്ച് ജീവിക്കുക. ലാ തഹ്താജൂന അൻ തഅതു അബ്വാബ ഹഉല. ഇന്നാനിൽ സമ്പന്നരുടെ, പ്രമാണിമാരുടെ വീടിന്റെ വാതിൽക്കൽ പോയി നിങ്ങൾ ആവശ്യക്കാരായി ചെന്ന് മുട്ടരുത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അപ്പൊ ജോലി നേടണം, സമ്പാദിക്കണം. അതോടൊപ്പം അള്ളാഹു നൽകുന്ന തുച്ഛമായ വിഭവങ്ങളിൽ തൃപ്തിയടയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഞാൻ ചുരുക്കുകയാണ്. മഹാനായ ഔൻ ഇബ്നു അബ്ദില്ലാ റഹിമഹുല്ല, താബിഇയാണ് അദ്ദേഹം. 12:50 നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. അദ്ദേഹം ഒരിക്കൽ യുവാക്കളോടായി പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, ഖദ് റഅയ്ന ശബാബ യമൂതൂൻ. യുവാക്കൾ അധികമായി മരിക്കുന്നത് നമ്മൾ കാണുന്നു. ഫമാ യുൻതദറു ബിൽ ഹസാദി ഇദാ ബലഗൽ മിൻജൽ. ഒരു കൃഷി അത് കൊയ്തെടുക്കാൻ സമയമായി, കൊയ്ത്തിന് സമയമായി, കയ്യിൽ അത് കൊയ്യാനുള്ള ആയുധമുണ്ട്, പിന്നെ എന്താണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? കൃഷി എന്ന് പറഞ്ഞു, കൃഷി കൊയ്തെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ആയുസ്സാണ്. അത് കൊയ്തെടുക്കാനുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവത്വമാണ്. അതുകൊണ്ട് നിങ്ങൾ യുവാവാണ്, യുവത്വത്തിലാണ്. എന്നിട്ടും ദീനിയായി അള്ളാഹുവിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി മാറാൻ, കൊയ്ത്ത് നടത്താൻ, പരലോകത്തേക്കുള്ള വിഭവങ്ങൾ, കൃഷി അത് വിളവെടുക്കാൻ നിങ്ങൾ എന്തിനാണ് ഇനി മടിച്ചു നിൽക്കുന്നത്? നിങ്ങളെപ്പോലെയുള്ള യുവാക്കൾ സമൂഹത്തിൽ മരിക്കുന്നു, ധാരാളമായി അത് കാണുന്നു എന്ന് താബിഇയായ ഔൻ ഇബ്നു അബ്ദില്ലാ റഹിമഹുല്ലാ അന്ന് പറയാണ്. ഇന്ന് നോക്കൂ നിങ്ങൾ, സമൂഹത്തിൽ നമ്മോടൊപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരങ്ങൾ പലരും ഇന്നില്ല. പണ്ഡിതന്മാർ പറയുന്നു, ഒരു സമൂഹത്തിൽ ഒരാള് കുറെ കാലം ജീവിക്കും. യുഅമ്മറു വാഹിദുൻ ഫയഗുറു ഖൗമൻ വയുൻസാ മൻ യമൂതു മിന ശബാബി. ഒരാൾ 90-100 വയസ്സ് വരെ ജീവിച്ചാൽ ആളുകൾ വിചാരിക്കും ഞങ്ങളെല്ലാവരും അത്രയും കാലം ജീവിക്കുമെന്ന്. ഒരു സമൂഹം മുഴുവൻ അതിൽ വഞ്ചിതരാകും ഒരാളുടെ ആയുസ് കണ്ടിട്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പെട്ടെന്ന് മരിക്കുമെന്ന ചിന്ത നമുക്ക് വേണം. ഹസൻ അൽ ബസ്രി റഹിമഹുല്ല, ഞാൻ അവസാനിപ്പിക്കുന്നു, വൃദ്ധന്മാരും യുവാക്കളും കൂടിയിരിക്കുന്ന സദസ്സിൽ ഒരിക്കൽ നോക്കി പറഞ്ഞു, യാ മഅ്ശറ ശുയൂഖ്,
വൃദ്ധരെ, പ്രായമുള്ളവരെ, ശുയൂഹുകളെ, മായുൻതദറു ബിസ്സർഇ ഇദാ ബലഗ്, കൃഷി അത് വിളവെടുക്കാൻ എത്തിക്കഴിഞ്ഞാൽ, അത് മൂപ്പെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അപ്പൊ വൃദ്ധന്മാർ പറഞ്ഞു, അൽ ഹസാദ്, അത് കൊയ്തെടുക്കണം. കൃഷി മൂപ്പെത്തിക്കഴിഞ്ഞാൽ, വിളഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അത് കൊയ്തെടുക്കണം. ഉടനെ അദ്ദേഹം യുവാക്കളിലേക്ക് നോക്കി പറഞ്ഞു, യാ മഅ്ശറ ശബാബ് ഇന്ന സറഅ ഖദ് തുദ്രികുഹുൽ ആഹതു ഖബ്ല അൻ യബ്ലുഗ്, കൃഷി അത് മൂപ്പെത്തുന്നതിന് മുമ്പ് അതിനെ തിന്ന് നശിപ്പിക്കുന്ന കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? മനസ്സിലായോ? കൃഷി അത് മൂപ്പെത്തിക്കഴിഞ്ഞാൽ അത് കൊയ്തെടുക്കണം. അതുകൊണ്ട് വൃദ്ധന്മാരായ ആളുകളെ, ഇനിയും എങ്ങോട്ടാണ് നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നത്? നന്നാവാൻ, സുന്നത്ത് അനുഷ്ഠിക്കാൻ, വസ്ത്രധാരണം ഇസ്ലാമികമാക്കാൻ, സുന്നത്തിന്റെ താടി വെക്കാൻ, 5 നേരവും ഇബാദത്ത് ചെയ്യാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, മസ്ജിദിലെത്താൻ, ദിക്ർ അനുഷ്ഠിക്കാൻ, ഖുർആൻ ഓതാൻ. എന്താണ് ഇനിയും താമസം? ഇനി നന്നാവാൻ. പ്രായമായ ആളുകളെ, മൂപ്പത്തിയിട്ടും എന്താണ് നിങ്ങൾ കൊയ്ത്ത് നടത്താത്തത്? ആയുസ് കൊണ്ട് പരലോകത്തേക്കുള്ള കൊയ്ത്ത് എന്താണ് നടത്താത്തത്? യുവാക്കളെ, ഈ വൃദ്ധന്മാരെ പോലെ കൊയ്ത്ത് നടത്താൻ നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ടാകും. മൂപ്പത്തെട്ടെ എന്ന് കാത്തിരിക്കേണ്ട. അതിനു മുമ്പ് മരണത്തിന്റെ രൂപത്തിൽ ആ കൃഷിയെ, വിളവുകളെ നശിപ്പിക്കുന്ന കീടങ്ങൾ നിങ്ങളെ പിടികൂടിയേക്കുക. അതുകൊണ്ട് നിങ്ങളും മടിച്ചിരിക്കേണ്ട. സഹോദരങ്ങളെ, ഇതാണ് മൊത്തത്തിൽ നമുക്ക് ഇന്നത്തെ സംസാരത്തിൽ നൽകാനുള്ള, എനിക്കും നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട വസിയത്ത്. ആയുസ് നിസാരമാണ്, യുവത്വം പെട്ടെന്ന് പോകുന്നതാണ്. രാവിലെ ആയാൽ നമ്മൾ വൈകുന്നേരം പ്രതീക്ഷിക്കരുത്, വൈകുന്നേരമായാൽ പിറ്റേന്ന് നേരം പോലെ നമ്മൾ പ്രതീക്ഷിക്കരുത്. ഖബറാളികളുടെ കൂട്ടത്തിൽ ഇന്ന് ഞാനും മണ്ണിനടിയിലേക്കാം എന്ന ബോധത്തിൽ നമ്മൾ ജീവിക്കുക. പരലോക ലക്ഷ്യമാക്കി ദുനിയാവിന്റെ മക്കളാകാതെ പരലോകത്തിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി ജീവിച്ചു മരിക്കുന്ന മക്കളായി നമ്മൾ മാറുക. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.